Good morning everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ. Welcome to the Hindu Editorial Analysis of 27th April 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നോക്കാം. അതുപോലെ ഇംഗ്ലീഷ് വൊക്കാബ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് പരിശോധിക്കാം. അപ്പോൾ വെൽക്കം എവ്രി വൺ. എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സെഷനാണ്. ബാങ്കിങ്, SSC, ESIC, കേരള PSC എക്സാംസ്, UPSC എക്സാംസ്, KS എക്സാം പോലെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഹിന്ദു എഡിറ്റോറിയലിലെ വൊക്കാബും അതുപോലെ ഗ്രാമർ സ്ട്രക്ചേഴ്സും ഒക്കെ ബിൽഡ് ചെയ്യാം. നിങ്ങൾ പോലും അറിയാം, നിങ്ങളുടെ തന്നെ നിങ്ങളുടെ വൊക്കാബുലറി എൻട്രി ചെയ്യാൻ നിങ്ങൾക്ക് ഇത് പറ്റും. നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാൻ, ഒന്ന് റീസ്ട്രക്ചർ ചെയ്താൽ ഇതിന് ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. റീഡിംഗ് സ്കിൽസ്, കോംപ്രിഹെൻഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഈ സെഷൻ ഹെൽപ്ഫുൾ ആവും. സോ വെൽക്കം എവ്രി വൺ ആൻഡ് ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സസ് ഇങ്ങനെയാണ്. നമ്മൾ ജസ്റ്റ് ഒരു കോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു, പിന്നെ നേരെ നമ്മുടെ വൊക്കാബിലോട്ട് പോവാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സിലോട്ട് പോകുന്നു, എന്നിട്ട് സിനണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡുകളിലോട്ടൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ നമ്മൾ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ അനലൈസ് ചെയ്യുന്നു. സെലക്റ്റഡ് ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു. ടോൺ ഓഫ് ദി ആർട്ടിക്കിൾ, ഗ്രാമർ സ്ട്രക്ചേഴ്സ് പ്ലേസ് ചെയ്തേക്കുന്നത് ഒക്കെ നമ്മൾ ആർട്ടിക്കിൾ നന്നായിട്ട് പരിശോധിക്കുന്നു. അതിനുശേഷം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ നോക്കുന്നു ആൻഡ് ഇന്നത്തെ ഹോംവർക്കും തരുന്നു. സോ ദാറ്റ്സ് ഹൗ വി ഡു അവർ സെഷൻ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. കോട്ട് ഇതാണ്: വി ആർ വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു. എക്സലൻസ് therefore is not an act but a habit. അരിസ്റ്റോട്ടിൽ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞ കേട്ടോ, അരിസ്റ്റോട്ടിൽ പറഞ്ഞാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ആകെത്തുകയാണ്, അല്ലെങ്കിൽ ഒരു സമ്മാണ്. വി ആർ ദ സം ടോട്ടൽ ഓർ വി ആർ ദ ടോട്ടൽ. സം ടോട്ടൽ രണ്ടുകൂടെ പറയേണ്ടായാലും ഒന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അത് സൂപ്പർ ഫ്ലോസോ അല്ലേ. വി ആർ ദ സം ഓഫ് വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു. നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റഡായിട്ട് ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ സമ്മാണ് നമ്മൾ, ആ ടോട്ടലാണ് നമ്മൾ ശരിക്കും. അപ്പോൾ ഒരാൾ എക്സലൻ്റ് ആണ്, അല്ലെങ്കിൽ എക്സലൻസ്, നമ്മൾ അങ്ങ് എന്താ പറയുക, സക്സസ് അല്ലെങ്കിൽ വിക്ടറി, എക്സലൻസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താ വെച്ചാൽ അതൊരു ആക്ട് അല്ല. അത് പെട്ടെന്നൊന്നായി കിട്ടുന്ന ഒരു സംഭവമല്ല. എക്സലൻസിൽ എത്തിയെന്ന് യുവർ എക്സലൻസി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കേട്ടിട്ട്, അതേപോലെ മഹത്വമുള്ള ആൾക്കാരെ മാത്രം വിളിക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്ന എപ്പോഴാണ്? നമ്മുടെ ഹാബിറ്റിലൂടെയാണ്. ഡെയിലി നമ്മൾ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരു ആക്ഷൻ ചെയ്ത് നമ്മുടെ എഫേർട്ട് നമ്മളെ ആ വിജയത്തിലോട്ട് എത്തിക്കുക ചെയ്യുന്നത്. സോ ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മളാക്കി മാറ്റുന്നത്. സോ നമ്മൾ ആരാണ് ആവാൻ ആഗ്രഹിക്കുന്നത്, ആ ഇതിലോട്ട് നമുക്ക് എത്താൻ ശ്രമിക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ആർട്ടിക്കിൾ എന്നുള്ള രണ്ടും ഞാൻ കൺഫ്യൂഷൻ ആയത്, കുറേ നേരം എടുത്ത് ഞാൻ ആലോചിച്ചു ഏത് ആർട്ടിക്കിൾ നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് വരാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ, ഒരു ആർട്ടിക്കിൾ നമ്മുടെ ടെക്നോളജിയെ പറ്റിയാണ്. നിങ്ങൾ അറിഞ്ഞു, എലൻ മസ്ക് നമ്മുടെ ട്വിറ്റർ മേടിച്ച കാര്യം അറിഞ്ഞല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ റഷ്യ ഉക്രൈൻ ക്രൈസിസിന് ശേഷം റഷ്യയ്ക്ക് മേലെ ഒരുപാട് സാങ്ഷൻസ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തല്ലോ. സോ അതുകൊണ്ട് റഷ്യ പ്ലെയേഴ്സിനെ സ്പോർട്സിൽ നിന്ന് വിലക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്നത് ടെന്നീസ് പോലെയുള്ള ഗെയിംസിൽ നിന്നൊക്കെ വിലക്കുന്നു, സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ നിന്ന് വിലക്കുവാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ബെലറൂഷ്യൻ പ്ലെയേഴ്സിനെ വിലക്കി നിർത്തുന്നു, അവരെ റിജക്റ്റ് ചെയ്ത് വിടുകയാണ് എന്നുള്ളത്, അവരുടെ ആപ്ലിക്കേഷൻ ഡിക്ലൈൻ ചെയ്യുകയാണെന്നുള്ളത് ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ പൊളിറ്റിക്സ് ഇസ് ഡിഫറെൻറ്റ് എന്ന രീതിയിൽ, സ്പോർട്സ് ഡിഫറെൻറ്റ് എന്ന രീതിയിൽ ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. അപ്പോൾ ആ ആർട്ടിക്കിൾ നിങ്ങൾക്ക് വായിച്ചു വിട്ടാൽ മനസ്സിലാവും, പെട്ടെന്ന് വായിക്കും, ഈസി റീഡാണ്, സർഫസ് റീഡിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ബട്ട് ടെക്നോളജി സംതിങ് ബിഗ്, കാരണം അതിന് നമുക്ക് ഒരുപാട് ലോങ് ടേം എഫക്റ്റ് ഉള്ള ഒന്നാണ്. അപ്പോൾ ടെക്നോളജി പറ്റിയുള്ള ആർട്ടിക്കിളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റ് സ്പോർട്സ് ആൻഡ് പൊളിറ്റിക്സ് രണ്ടും കൂടിയുള്ള ആർട്ടിക്കിൾ നിങ്ങളൊന്ന് വായിച്ചു വിടാം. ഓക്കെ, പൊളിറ്റിക്സ് ആൻഡ് സ്പോർട്സ് രണ്ടായ രീതിയിലാണ്, കണക്റ്റഡ് ആയിട്ട് പോയാൽ പണിപാളും എന്നുള്ളൊരു ആർട്ടിക്കിളുണ്ട്. അനലിറ്റിക്കലാണ് ആൻഡ് എ വാർണിംഗ് കൈൻഡ് ഓഫ് എൻ ആർട്ടിക്കിൾ. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇന്നത്തെ ആർട്ടിക്കിൾ ഈസ് ഓൾ അബൌട്ട് എലൻ മസ്ക്, ട്വിറ്റർ, ടെക്നോളജി, എവറിത്തിങ്. നമുക്കത് വായിച്ചു വിടാം. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. തുടങ്ങാം അല്ലേ നമുക്ക്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ് ആൻഡ് വൺ വേർഡ്. ഒരുപാട് വേർഡ്സ് ഇന്നുണ്ട്, നോക്കാം നമുക്ക്. ആദ്യത്തെ വാക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഫ്രേസ് ഇതാണ്: ഡു അവേ വിത്ത്. ഇന്ന് നമ്മുടെ എലൻ മസ്ക് ട്വിറ്റർ എടുത്തതിന് ശേഷം അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഹി മസ്റ്റ് നോട്ട് ഡു അവേ വിത്ത് സംതിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡു അവേ വിത്ത് നിങ്ങൾ വായിക്കും കേട്ടോ, അത് വായിക്കും. അപ്പോൾ ഈ ഡു അവേ വിത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്. എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ഒരു ഫ്രേസാണിത്. ഡു അവേ വിത്ത് എന്ന് പറഞ്ഞാൽ റിമൂവ് ഓർ പുട്ട് ആൻ എൻഡ്,
അല്ലെങ്കിൽ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുക, ഒരു കാര്യത്തിനെ ഒഴിവാക്കുകയാണ്, നമ്മളൊരു കാര്യത്തിനെ ഒഴിവാക്കുകയാണ്, മാറ്റിവിടുകയാണ്, അത് റിമൂവ് ചെയ്ത് കളയാണ് എങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം ഡു അവേ വിത്ത്. ഇഫ് യു ഡു അവേ വിത്ത് സംതിങ് യു ആർ പുട്ടിങ് ആൻ എൻഡ് ടു സംതിങ് ഓർ യു ആർ റിമൂവിങ് ഇറ്റ്. അതിനെ നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനെ അങ്ങ് ഒഴിവാക്കുകയാണ്. ഒരു കാര്യത്തിന് നമ്മൾ ഒഴിവാക്കുക ഓർ യു പുട്ട് ആൻ എൻഡ് ടു സംതിങ്. ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. അതിനെ നമുക്ക് പറയാം ഡു അവേ വിത്ത് എന്ന് പറയാം. ഓർത്തോണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഡു അവേ വിത്ത് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, അടുത്ത ഇഡിയം ഇതാണ്. ഇഡിയമാണ് കേട്ടോ, അടുത്ത ഇഡിയമാണ് പുട്ട് ദ സ്പോട്ട് ലൈറ്റ് ഓൺ സംബഡി ഓർ സംതിങ്. നമ്മൾ സ്പോട്ട് ലൈറ്റ് ഇടുക, ഒന്നെങ്കിൽ പുട്ട് ദ സ്പോട്ട് ലൈറ്റ് ഓൺ എന്ന് നിങ്ങൾ കാണും, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ. കേട്ടോ, ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓർ പുട്ട് ദ സ്പോട്ട് ലൈറ്റ് ഓൺ എന്നാണ് നിങ്ങൾ കാണുക, ഇഡിയംസ് കാണുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്, അട്രാക്ട് അറ്റൻഷൻ ടു സംതിങ്. അട്രാക്ട് അറ്റൻഷൻ ടു സംതിങ്, അതായത് സ്പോട്ട് ലൈറ്റ് ഒരാളിൽ നേരെയാകാം, ഒരു വസ്തുതയ്ക്ക് നേരെയാകാം, സംതിങ് ഓർ സംബഡി ആകാം. അപ്പോൾ യു ആർ അട്രാക്ടിങ് ദ അറ്റൻഷൻ ടു സംബഡി ഓർ സംതിങ്, രണ്ടും വരാം കേട്ടോ. ഒരു കാര്യം ഓർത്തോളാം, നമ്മൾ സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താ, അവരെ നമ്മൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും അല്ലേ, ശ്രദ്ധിക്കും. അതിനുവേണ്ടിയിട്ടാണല്ലോ ഒരു നിങ്ങൾക്കറിയാം ടെക് ടോക്സ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സ് ഈ വലിയ സ്റ്റേജുകളിൽ ടോക്സ് നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരിക്കലും സ്പോട്ട് ലൈറ്റ് ഇടും. സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റിൻ്റെ പ്രത്യേകത എന്താ, എന്ത് ടോക്ക് ആണെങ്കിൽ മാത്രമല്ല, എന്ത് പരിപാടി നമ്മൾ എന്തൊരു പരിപാടി അവതരിപ്പിക്കും, ഇപ്പോൾ ഡാൻസ് ഓർ മ്യൂസിക് പെർഫോമൻസ്, ഒരു മ്യൂസിക് പെർഫോമൻസ് ആണെങ്കിലും നമ്മൾ ആരാണോ അത് ചെയ്യുന്ന ആൾ അല്ലേ, ആ ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ മേലെ സ്പോട്ട് ലൈറ്റ് ഇടും. എന്തുകൊണ്ടാണ് സ്പോട്ട് ലൈറ്റ് ഇടുന്നത്, നമ്മുടെ ക്രൗഡിൽ നിന്ന് ഉള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഐസ് അട്രാക്ട് ചെയ്യണം, അവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ടാണ്. സോ പുട്ട് ദ സ്പോട്ട് ലൈറ്റ് ഓൺ സംതിങ് എന്ന് പറഞ്ഞാൽ, പുട്ട് ദ സ്പോട്ട് ലൈറ്റ് ഓൺ ദ ഇഷ്യൂ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ അർത്ഥം അട്രാക്ട് അറ്റൻഷൻ ടു ദി ഇഷ്യൂ എന്നുള്ള അർത്ഥമാണ്. ഓർത്തോണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യു നോ ഇറ്റ് അല്ലേ, നമ്മൾ ഒരു തവണ പറഞ്ഞിരുന്നു ഇൻ ദ സ്പോട്ട് ലൈറ്റ്, അതായത് സ്പോട്ട് ലൈറ്റ് ആണെന്ന് പറഞ്ഞാൽ യു ആർ ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇപ്പോൾ യു ആർ ഇൻ ദ സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ ഇൻ ദ സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവും, അതാണ് അർത്ഥം. അത് വേറെ അർത്ഥമാണ് ഇൻ ദ സ്പോട്ട് ലൈറ്റ്. പുട്ട് ദ സ്പോട്ട് ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കുവാണ്. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് കം അക്രോസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഒരു തവണ നമ്മൾ കം അക്രോസ് പറഞ്ഞായിരുന്നു. യെസ്റ്റർഡേ ഐ കെയിം അക്രോസ് മൈ ഓൾഡ് ടീച്ചർ, അല്ലെങ്കിൽ മൈ ടീച്ചർ ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയണം. മൈ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. എൻ്റെ ഒന്നാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് ടീച്ചറിനെ ഞാൻ അറിയാതെ കണ്ടു, അവിചാരിതമായി കണ്ടുമുട്ടി. കം അക്രോസിൻ്റെ അതാണ് ഞാൻ കെയിം അക്രോസ് ഇട്ടത്, യെസ്റ്റർഡേ ഐ കെയിം അക്രോസ് പറഞ്ഞു. സോ കം അക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റ് ഓർ ഫൈൻഡ് സംതിങ് ഓർ സംബഡി. ഫൈൻഡ് ചെയ്യുകയോ കണ്ടെത്തുകയോ അല്ലെങ്കിൽ കണ്ടുമുട്ടുകയോ ചെയ്യാണ് ഒരാളെയോ ഒരു വസ്തുവയോ. ഫൈൻഡ് ചെയ്യുക സംതിങ് അല്ലേ, ബൈ ചാൻസ് അവിചാരിതമായിട്ട് കണ്ടുമുട്ടുക ഓർ കണ്ടെത്തുക, അങ്ങനെയാണെങ്കിൽ നമുക്കെന്ന് പറയാം കം അക്രോസ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും പറയാണ്, യെസ്റ്റർഡേ ഐ കെയിം അക്രോസ് എ പൈൽ ഓഫ് ലെറ്റേഴ്സ്. ഇന്നലെ ഞാൻ ഇങ്ങനെ അറിയാതെ, അതായത് ബൈ ചാൻസ് അവിചാരിതമായിട്ട് ഒരു പൈൽ ഓഫ് ലെറ്റേഴ്സ് എനിക്ക് കിട്ടി. ഐ ഫൗണ്ട്, ഞാനത് കിട്ടി എനിക്കത്, അതായത് അവിചാരിതമായിട്ട്. പക്ഷേ കം അക്രോസിന് വേറൊരു മീനിങ് കൂടി ഉണ്ട്, ശ്രദ്ധിച്ചോണേ. കം അക്രോസിന് വേറൊരു മീനിങ് ആണ് സീൻ. The issue comes across as simple, but it has more to it. അതിന് ഒരുപാടുണ്ട്, അതിന് ഒരുപാട് തലങ്ങളുണ്ട്. സീം, അപ്പിയർ എന്നൊക്കെ അർത്ഥം കേട്ടോ. സീം, അപ്പിയർ എന്നർത്ഥം. അതായത് കം അക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രീതി, അല്ലെങ്കിൽ പറയാം എൻ്റെ തോന്നലില്ല. ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് ദിസ്, ഇറ്റ് സീംസ് ലൈക്ക്, അങ്ങനെ എനിക്ക് തോന്നുന്നത്. കം അക്രോസിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോണേ. രണ്ട് മീനിങ് അപ്പോൾ നിങ്ങൾ കാണുകയാണ്, അപ്പിയർ അല്ലെങ്കിൽ സീം എന്നും കം അക്രോസ് ഉണ്ട്. ഇന്ന് നിങ്ങൾ അപ്പിയർ ഓർ സീം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണാൻ പോകുന്നത്. സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് വരുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്ക് അപ്പോഴേക്കും ഒന്ന് നോക്കാം കേട്ടോ. കം അക്രോസ്, അപ്പോൾ സീം, അപ്പിയർ എന്നൊരർത്ഥവും ഉണ്ട്, നോട്ട് ചെയ്തോണം. ഓക്കെ, യെസ്. അടുത്ത് നോക്കാം, പുട്ടിൻ മീൻസ് മേക്ക് എഫേർട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പുട്ടിൻ എന്ന പുട്ട് ഓഫ്, പുട്ട് ഔട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഫ്രേസൽ വെർബ്സിൽ ഒന്നാണ് പുട്ടിൻ യുവർ എഫേർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നീ നമ്മുടെ എഫേർട്ട് അതിൽ ഇട്ട് കൊടുക്കുകയാണ്. യു ആർ മേക്കിംഗ് എൻ എഫേർട്ട്, അതാണ് പുട്ടിൻ എന്നുള്ള അർത്ഥം. ഒന്ന് അല്ലാതെ പുട്ടിൻ്റെ വേറൊരു അർത്ഥം കൂടി ഉണ്ട്, ഇൻറ്ററപ്റ്റ് ഡിസ്കഷൻ ഓർ എ കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ നിങ്ങൾ ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പുട്ടിൻ എന്ന് തന്നെ പറയാം കേട്ടോ. പുട്ടിന് വേറെ അർത്ഥം, ഇൻറ്ററപ്റ്റ് എന്നൊരർത്ഥമുണ്ട്, അതുപോലെ തന്നെ മേക്ക് എഫേർട്ട് എന്നൊരർത്ഥം കൂടി ഉണ്ട് പുട്ടിൻ കേട്ടോ, ഓർത്തോണം. കോൺവെർസേഷൻ ഓർ ഡിസ്കഷൻ, അതുപോലെ ഇൻറ്ററപ്റ്റ് ചെയ്യുക, അതുപോലെ മേക്ക് എഫേർട്ട് എന്നൊരർത്ഥവും ഉണ്ട്, ഓർത്ത് വെച്ചോണം. അടുത്തത് ബി ഓൾ ഫോർ. ഈ ബി എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടായിരിക്കണം, ബി എന്ന് പറയുമ്പോൾ ഏത് ബിയും ആകാം, ബിയുടെ ഏത് ഫോർമുലേഷനും ആകാം. ഈസ് ആകാം, ആം ആകാം, ആർ ആകാം, വാസ് ആകാം,
where ആകാം, അങ്ങനെ. ബിക്ക് പല ഫോമുകളുണ്ടല്ലോ. അപ്പോൾ ഏതും ആകാം കേട്ടോ. They are all for, I am all for, you are all for, I was all for, they were all for, something like that. ഏത് സിംഗുലർ ഫോമിലോ പ്ലൂറൽ ഫോമിലോ വരുന്നതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം be all for എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻ ഫേവർ ഓഫ് സംതിങ് ഓർ സംബഡി. കംപ്ലീറ്റ്ലി അതിനോട് താല്പര്യമുണ്ട്, നമുക്ക് ഒരു കാര്യത്തോട് കംപ്ലീറ്റ് ആയിട്ട് താല്പര്യമുണ്ടെങ്കിൽ യു സേ I am all for it, I am all for it, you are all for it, are you all for it? നീ അതിനോട് കംപ്ലീറ്റ് താല്പര്യമുണ്ടോ നിനക്ക്? Are you all for it? ചോദിക്കില്ലേ? അതാണ് കേട്ടോ ബി ഓൾ ഫോർ എന്നുള്ളതൊരു ഇഡിയമാണ്, ഓർത്ത് വെച്ചോണം. ഓക്കെ, നോക്കട്ടെ, എന്തോ ചോദിച്ചല്ലോ. ദീപക് ടെലിഗ്രാം ഇച്ചിരി PDF കാണുന്നില്ലല്ലോ, അപ്ഡേറ്റ് ചെയ്യുമോ അതോ വേറെ ടെലിഗ്രാം ലിങ്ക് ഉണ്ടോ? ദീപക്കെ ടെലിഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കാര്യം പറയാം. ടെലിഗ്രാം നമ്മൾ നോട്ടിഫിക്കേഷൻസ് അയക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വീക്ക്ലി PDF ആദ്യം ഞാൻ അയച്ചുകൊണ്ടിരുന്നത് ടെലിഗ്രാമിലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഓർക്കണേ എല്ലാ ദിവസവും ഉള്ള നമ്മുടെ വീഡിയോസ്, ഏത് വീഡിയോസും ആയിക്കോട്ടെ അത്, ആ വീഡിയോസിന് താഴെ ഇപ്പോൾ എഡിറ്റോറിയൽ സെഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടറിയാം, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ PDF ടെക്നിക്കൽ ടീമിന് അയച്ചു കൊടുക്കും, ടെക്നിക്കൽ ടീം അത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ ഇന്നലത്തെ നമ്മുടെ എഡിറ്റോറിയൽ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ കോമൻറ്റ് സെഷനിൽ, ഞാൻ പറയുന്നത് കോമൻറ്റ് സെഷനിലാണ്, ഡിസ്ക്രിപ്ഷനിലുള്ള കോമൻറ്റ് സെഷൻ നോക്കിയാൽ പ്ലീസ് ഡൗൺലോഡ് യുവർ PDF ലിങ്കും കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ വീഡിയോ കാണാം, അതിൻ്റെ താഴെ ഓപ്പൺ PDF കൊടുത്തിട്ടുണ്ടാവും. ആ ഓപ്പൺ PDF ക്ലിക്ക് ചെയ്യുമ്പോൾ PDF ഓപ്പൺ ആയി വരും. അതിൽ റൈറ്റ് സൈഡ് ടോപ്പിൽ 3 dots ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ, ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട്, ലാപ്പിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോട്ടോ ഏത് ഡിവൈസ് ആണെങ്കിലും ആ ഡിവൈസിലോട്ട് ഡൗൺലോഡഡ് ആവും. അതാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള വേ. ഓക്കെ കേട്ടോ. അറിയില്ലാത്തവർ ഓർത്തോടിച്ചോ. ഇതിപ്പോൾ ഇന്നലെ ബാങ്കിങ് ഇംഗ്ലീഷ് ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന് പോയി നോക്കാം. നമ്മുടെ ക്ലാസ്സുകൾക്ക് ശേഷം നമ്മൾ കോമൻറ്റ് സെഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് PDF കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തിലോട്ട് വരാം. എലൻ മസ്ക് ഡു അവേ വിത്ത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ടു ടേക്സ് ഓവർ വരില്ല. ഹരി ഞാൻ പറഞ്ഞു 2 + V1, 2 ഇൻഫിനിറ്റീവ് അല്ലേ, 2 + V1 വരത്തുള്ളൂ. 2 കഴിഞ്ഞിട്ട് ഒരിക്കലും V5 വരത്തില്ല കേട്ടോ. 2ന് ശേഷം റൂട്ട് ഫോം ഓഫ് എ വെർബ്, ടു ടേക്ക് ഔട്ട്, ടു കീപ്പ് ഇൻ, ടു പുട്ട് ഇൻ, ടു ബി ദയർ, അങ്ങനെയുള്ളത്. അങ്ങനെ ടു ഡു ഇറ്റ്, അങ്ങനെയുള്ളത്, ടു പുട്ട് ഇറ്റ്, ടു കം ക്രോസ്, സംതിങ് ലൈക്ക് ദാറ്റ്. V1 മാത്രമേ വരത്തുള്ളൂ. ദാറ്റ് ഈസ് 2 ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ V5 അവിടെ വരില്ല, ടു ടേക്സ് വരില്ല. ടു ടേക്ക് ഓവർ ഇറ്റ്സ് കംപ്ലീറ്റ് ഷെയർ ഫ്രം ട്വിറ്റർ കേട്ടോ. The war do away with a lots of എന്ന് പറയില്ല, ഒന്നെങ്കിൽ lots of. ആദ്യത്തെ ശ്രദ്ധിക്കണേ, ഒന്ന് the war do away എന്ന് പറയില്ല. war എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, അപ്പോൾ എന്ത് കൊടുക്കണം? the war does away with, അല്ലെങ്കിൽ past tense കൊടുത്തോ, സോറി, the war did away with കേട്ടോ. the war did away അല്ലെങ്കിൽ the war does away with a lot of economic loss. A lot of economic loss എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ lots of economic losses എന്ന് കൊടുത്തു, കുഴപ്പമില്ല. പക്ഷേ ഒന്നെങ്കിൽ a lot അല്ലെങ്കിൽ lots, രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കരുത്. ലോട്ട്സും എയും കൂടെ ഒരുമിച്ച് കൊടുക്കരുത്. ലോട്ട്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലായില്ലേ, അതുകൊണ്ട് ലോട്ട്സ് എന്ന് കൊടുക്കുക ഓർ a lot കൊടുക്കുക. രണ്ടിൽ ഏതെങ്കിലും ഒന്ന്. ശ്രദ്ധിച്ചോണേ ആദിത്യ. She wished to do away with the job to pursue her passion. All right, she wished to okay, put an end. Great. Veena, good morning. Okay, the cabinet minister calls for demands put the spotlight on the climatic changes. കറക്റ്റാ സംഭവം, പക്ഷേ ഗ്രാമാറ്റിക്കലി ഒരു തെറ്റുണ്ട്. രേവതി എന്ത് ചെയ്യണമെന്നറിയോ? ക്യാബിനറ്റ് മിനിസ്റ്റർ കോൾസ് ഫോർ ഡിമാൻഡ്സ് അല്ലെങ്കിൽ കോൾസ് ഫോർ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനാണ്. അതിന് ശേഷം എന്ത് വരണം? ജെറണ്ട് വരണം. അപ്പോൾ അതെങ്ങനെ ജെറണ്ട് ആക്കാം? ING ഫോം ഇട്ട് കൊടുത്തേ അല്ലേ. 4 കഴിഞ്ഞിട്ട് 4 ഇസ് എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് വരെ നമ്മൾ എന്ത് ചെയ്യും? വെർബിന് ING ഫോം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കൊടുക്കണം? ദ ക്യാബിനറ്റ് മിനിസ്റ്റർ കോൾസ് ഫോർ പുട്ടിംഗ് ദ സ്പോട്ട്ലൈറ്റ് ഓൺ ദ ക്ലൈമാറ്റിക് ചേഞ്ചസ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ദ ക്യാബിനറ്റ് മിനിസ്റ്റർ കോൾസ് ഫോർ പുട്ടിംഗ് ദ സ്പോട്ട്ലൈറ്റ് ഓൺ ദ ക്ലൈമാറ്റിക് ചേഞ്ചസ്. He puts in complete effort to his exam. Correct ആണ് കേട്ടോ. He puts in. Great. She's all for the trip. Great. Yes. If you can do it quickly, I'd be all for it. Great. That's it. We are all for editorial analysis. Oh, that's great. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത സെറ്റിലോട്ട് പോകാൻ do away with, put the spotlight on, come across, put in, be all for. അടുത്തത് myopic view. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ് myopic view for his exam. Okay. To his exam. He puts in complete effort to his
ടു ഹിസ് എക്സാം ആണെങ്കിലും കറക്റ്റാണ്, ഫോർ ഹിസ് എക്സാമും കറക്റ്റ്, രണ്ടിൽ കുഴപ്പമില്ല. എക്സാമിന് എന്ന് കൊടുത്താലും എക്സാമിന് വേണ്ടി എന്ന് പറഞ്ഞാലും രണ്ടാട്ടോ, രണ്ടും കറക്റ്റാട്ടോ ഹരി, അതിൽ തെറ്റില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ഓക്കെ, പേടിക്കണ്ട. മയോപിക് വ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. മയോപിക് വ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം ഷോർട്ട് സൈറ്റഡ്നെസ് ആണ്. അതായത് ഷോർട്ട് സൈറ്റഡ്നെസ് ആണ് ഈ മയോപിക് വ്യൂ എന്ന് പറയുന്നത്. അടുത്തുള്ളത് കാണാൻ, ദൂരമുള്ളത് കാണാൻ പറ്റില്ല, അതിനാണ് മയോപ്പിയ. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റിലും ഡിസ്കസ് ചെയ്തു, ക്വസ്റ്റിൻ്റെ സമയത്തും ഡിസ്കസ് ചെയ്തു. ഹൈപ്പർ മെട്രോപ്പിയ മീൻസ് ഫാർ സൈറ്റഡ്നെസ് ആണ്, ദൂരമുള്ള കാണാം, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. സോ മയോപിക് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ളത് കാണാം, ലോങ് ടേമിലുള്ള കാര്യത്തെ പറ്റി ഒരു ഐഡിയ ഇല്ല. ദാറ്റ് മീൻസ് യു ആർ അൺഎബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ എഫക്ട്സ് ഓർ ദ കോൺസിക്വൻസസ് ഓർ ദ ഔട്ട്കംസ് ഓഫ് വൺസ് ആക്ഷൻ. കേട്ടോ, നമുക്ക് നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു പരിപാടി, നമ്മുടെ ആക്ഷനോ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ നമ്മൾ ചെയ്ത പരിപാടിയുടെ എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല ഭാവിയിലേക്കുള്ളത്. അതായത് യു ആർ നോട്ട് ഫാർ സൈറ്റഡ് ഇനഫ്, നീ ഫാർ സൈറ്റഡ് അല്ല, നീ ദീർഘദൃഷ്ടിയോടെ ചിന്തിക്കുന്നില്ല, നാളെ വരാൻ പോകുന്നതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി ചിന്തിക്കുന്നില്ല. മീൻസ് യു ആർ ഹാവിങ് ഷോർട്ട് സൈറ്റഡ്നെസ് ആണ് നിനക്ക്. നീ ഷോർട്ട് സൈറ്റഡ് ആയിട്ടാണ് ചിന്തിക്കുന്നത്, ഫാർ സൈറ്റഡ് ആയിട്ട് നീ ചിന്തിക്കുന്നില്ല, മറ്റതിനെ പറ്റി നീ നോക്കുന്നില്ല, അതെന്താ വരാൻ പോകുന്നതെന്ന് നീ അറിയുന്നില്ല. ദാറ്റ് ഈസ് മയോപിക് വ്യൂ. ഇന്നത്തെ ടൈറ്റിൽ മയോപിക് വ്യൂ തന്നെയാണ്, അബൌട്ട് ദ പൊളിറ്റിക്കൽ. ഞാൻ പറഞ്ഞില്ലേ മയോപിക് വ്യൂ എന്ന് പറഞ്ഞ് ഇന്ന് വരുന്ന എന്തിനെ പറ്റിയാണെന്ന് വെച്ചാൽ പൊളിറ്റിക്സും സ്പോർട്സൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ബോത്ത് ആണ്, രണ്ടും രണ്ട് കാര്യമല്ലേ. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റഷ്യക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നാൽ അതിന് ആർട്ടിക്കിളുണ്ട്, അപ്പോൾ ഒന്ന് വായിച്ചു വിടണം കേട്ടോ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മയോപിക് വ്യൂ. അടുത്തത്, open a can of worms. Okay. Open a can of worms. Worms അറിയാലോ, പുഴുക്കൾ. പുഴു എന്ന് പറഞ്ഞൊരു മൂവി വരുന്നുണ്ടല്ലേ, നമ്മുടെ മൂവി വന്നില്ലെന്ന് തോന്നുന്നു അല്ലേ, നമ്മുടെ ആരുടെയാണോ, നമ്മുടെ മമ്മൂട്ടിയുടെ പുഴു. അപ്പോൾ വേം മീൻസ് പുഴു. ഓക്കെ, അപ്പോൾ ഓപ്പൺ എ ക്യാൻ ഓഫ് വേംസ് എന്ന് പറഞ്ഞാൽ വേംസ് നല്ല പ്ലസൻ്റ് ആയ ഒരു കാര്യമല്ല, ഓർത്തോണേ. വേംസ് ഇസ് നോട്ട് എ പ്ലസൻറ്റ് തിങ്. നമുക്ക് എപ്പോഴും വേമിനെ കാണുമ്പോൾ സംതിങ് ഈസ് ഡിക്കേയിങ് എന്നൊരർത്ഥത്തിലാണ്, എന്തോ സംതിങ് ഈസ് റോങ് എന്നൊരർത്ഥത്തിലാണ്, അല്ല റോട്ടൺ, ഡീക്കേയിങ് എന്നൊക്കെ അർത്ഥമാണ് നമ്മുടെ വേമിനുള്ളത്. അപ്പോൾ ഓപ്പൺ എ ക്യാൻ ഓഫ് വേംസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാനില്ലേ, നമ്മൾ പെപ്സിയുടെ ഒക്കെ ക്യാനില്ലേ, കോളയുടെ ക്യാന് അല്ലെങ്കിൽ ബിയറിൻ്റെ ക്യാന്, ആ ക്യാനില്ലേ. സോ ആ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ഡപ്പ ഓഫ് വേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ, യു ഹാവ് ടു ഡീൽ വിത്ത് എ കോംപ്ലിക്കേറ്റഡ് സെറ്റ് ഓഫ് പ്രോബ്ലംസ്. ചില്ലറ പ്രശ്നമല്ല വരുത്തി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തുറന്നേക്കുന്നത്, നിങ്ങൾ പോയി പെട്ടേക്കുന്നത്, നിങ്ങൾ പോയി കടന്നൽക്കൂട്ടിലൊക്കെ പോയി കൈയിടുക പറയില്ലേ, ആ ഒരു അർത്ഥമാണ്. ഓപ്പൺ എ ക്യാൻ ഓഫ് വേംസ് മീൻസ് യു ഹാവ് ടു ഡീൽ വിത്ത് എ കോംപ്ലിക്കേറ്റഡ് സെറ്റ് ഓഫ് പ്രോബ്ലംസ്. ഒരു പ്രോബ്ലം അല്ല, എ കോംപ്ലിക്കേറ്റഡ് സെറ്റ്, ഒറ്റ കോംപ്ലിക്കേറ്റഡ് സെറ്റാണ്. യു ആർ ഇൻ എ മെയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കുടുങ്ങിപ്പോയി, അതായത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇല്ല, പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോക്കില്ല. യു ഓൾറെഡി ഓപ്പൺഡ് a can of worms എന്ന് പറഞ്ഞാൽ you have to deal with a complicated set of problems എന്നാണ്. അപ്പോൾ a can of worms മറക്കണ്ട കേട്ടോ. പിന്നെ അടുത്തത് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും, ഗ്രേ ഏരിയ. ഗ്രേ എന്ന് പറയുമ്പോൾ നോക്കി, GREY ഗ്രേ അല്ല. ഗ്രേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഗ്രേ ഇല്ലേ, GREY ഗ്രേ, അതല്ല, GRAY ഗ്രേ. മമ്മൂക്ക് തന്നെ പോയി, അത് തന്നെ. അതെ, നമുക്ക് ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ ഡയറക്ടറിൻ്റെ മൂവിയിൽ അഭിനയിക്കാൻ പോകുന്നത്. അത് ഈ പറയുന്ന പുള്ളിക്കാരിയ. അതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രസക്തി. ആൻഡ് കുറേ നാളുകൾക്ക് ശേഷം ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം ഉണ്ട് ആ മൂവിക്ക്. നമുക്ക് നോക്കാം, വാട്ട് ഇസ് യെറ്റ് ടു കം അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഗ്രേ എന്ന വാക്ക് നിങ്ങൾക്കറിയാം. ഗ്രേ എന്ന് പറയുമ്പോൾ ഒരു ഗ്രേ നിങ്ങൾക്കറിയാം, GREY ഗ്രേ അറിയാലോ. കളറില്ല, ആഷ് കളർ, ഗ്രേ കളർ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ കളർ ഗ്രേ. ഓക്കെ, അപ്പോൾ ആ ഗ്രേ എന്ന് പറയുമ്പോൾ കളർ ഓർത്താൽ മതി കേട്ടോ. ഗ്രേഷ് കളർ ഇല്ല, അത് സിൽവറി ആയിട്ടുള്ള ഇച്ചിരി കളറില്ലേ, അത് അതിനെ ഗ്രേ എന്ന് പറയും. പക്ഷേ ഈ ഗ്രേ, GRAY ഗ്രേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കാം. ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടർ എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടർ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സിനിമയൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആൾക്കാരെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, നായകനെയോ അല്ലെങ്കിൽ വില്ലനെയോ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ബ്ലാക്ക് ക്യാരക്ടർ അല്ലെങ്കിൽ വൈറ്റ് ക്യാരക്ടർ. ബ്ലാക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വില്ലനിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, നെഗറ്റീവ് ഷെയ്ഡഡ് ക്യാരക്ടറാണ്. പക്ഷേ വൈറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല മനുഷ്യൻ, പോസിറ്റീവായിട്ട് എല്ലാവർക്കും നന്മ മരം, അതാണ് വൈറ്റ് ക്യാരക്ടർ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാരക്ടറാണ് നമ്മളെപ്പോഴും എന്തുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നത്, സിനിമയിൽ പണ്ട് കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ സിനിമ ഹാസ് ചേഞ്ച് ലോട്ട്, ഇപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പീപ്പിൾ ആർ ഗ്രേ ഷെയ്ഡഡ്. നമുക്കറിയാം കംപ്ലീറ്റ്ലി നല്ലവനും അല്ല, കംപ്ലീറ്റ്ലി കെട്ടവനും ആയിരിക്കില്ല മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ല, ഇറ്റ് ഈസ് എ മിക്സ്ചർ. മനുഷ്യൻ ഈസ് എ മിക്സ്ചർ ഓഫ് ബോത്ത്, രണ്ടും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട് മനുഷ്യന്. അപ്പോൾ ഗ്രേ ഏരിയ മീൻസ് ഓർത്തോണം, ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ. അതൊരു ഏരിയ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണ് വേർ ദ റൂൾസ് ആർ നോട്ട് ക്ലിയർ. എങ്ങനെ സംഭവം റൈറ്റ് ആൻഡ് റോങ് തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ലാത്തൊരവസ്ഥയാണ്.
വി ആർ റിയലി ഇൻ എ കൺഫ്യൂസ് സ്റ്റേറ്റ്, വളരെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കറിയത്തില്ല എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവിടെ റൂൾസ് ക്ലിയർ അല്ല. എവിടെയാണ് റൈറ്റ്, വിച്ച് വൺ ടു ചൂസ്, വിച്ച് ഈസ് ദ റൈറ്റ് തിങ് ആൻഡ് വാട്ട് ഈസ് ദ റോങ് തിങ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് ഗ്രേ, മിക്സ്ഡ് ഓഫ് റൈറ്റ് തിങ്സും ഉണ്ട്, റോങ് തിങ്സും ഉണ്ട്. എങ്കിൽ ഒരു ഗ്രേ ഏരിയ, യു ആർ ഇൻ എ ഗ്രേ ഏരിയ എന്ന് പറയാം. വായിക്കോട്ടെ, നമ്മളിന്ന് വായിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതേ സമയത്ത്, ഈ ഗ്രേ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അതേ സമയത്ത് അതിന് ഡിഫറെൻ്റ് ആണ്. അവിടെ റൂൾസ് ക്ലിയർ ആണ്. എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് വരും. ചിലത് ഈസ് ബ്ലാക്ക്, ചില തിങ്സ് ആർ ബ്ലാക്ക്, ചില തിങ്സ് ആർ വൈറ്റ്. അതായത് വൈറ്റ് തിങ്സ് ആർ ദ റൈറ്റ് വൺസ് ആൻഡ് ദ ബ്ലാക്ക് തിങ്സ് ആർ ദ റോങ് വൺസ്. അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എ സിറ്റുവേഷൻ വേർ ദ റൂൾസ് ആർ ക്ലിയർ. റൂൾസ് ക്ലിയർ ആണ്. ഇത് ഇങ്ങനെ പോയാൽ ശരിയാണ്, ഇങ്ങനെ പോയാൽ തെറ്റ്. ബട്ട് you are in a gray area means you are in a situation where the rules are not clear. You don't know what is right and what is wrong. That's it. അതാണ് ഗ്രേ ഏരിയ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് കോൾ ഫോർ. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്നാണ് അർത്ഥം കേട്ടോ. ഡിമാൻഡ് ചെയ്യുക, റിക്വസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. ഓക്കെ, യാ. I came across my childhood friend. Great. If you are for cracking SSC exam, pupils do away with lazy. Pupils do away with. If you are for cracking SSC exam, okay. Pupils, students do away with lazy എന്ന് പറയില്ല. Do away with means if you are ഇങ്ങനെ, അപ്പോൾ അതിൽ തെറ്റാണ്, ഇങ്ങനെ കൊടുക്കണം. ഇഫ് യു ആർ റെഡി ഫോർ ക്രാക്കിംഗ് ഓർ ഇഫ് യു ആർ ഫോർ ക്രാക്കിംഗ്, അതും കുഴപ്പമില്ല. ഇഫ് യു ആർ ഫോർ ക്രാക്കിംഗ് SSC എക്സാം, സ്റ്റുഡൻസ് അങ്ങനെയല്ല കൊടുക്കുന്നത്. പ്യൂപ്പിൾസ് ഡു, എന്നിട്ട് വീണ്ടും കോമ കൊടുക്കണം. എന്നിട്ട് കൊടുക്കണം ഡു എവേ വിത്ത് ലേസിനെസ്. വിത്ത് എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ അല്ലേ. പ്രിപ്പോസിഷന് ശേഷം എന്ത് വരണം? ഒബ്ജക്റ്റ് വരണം കേട്ടോ. പ്രിപ്പോസിഷന് ശേഷം ദീപക്കെ ഒബ്ജക്റ്റ് വരണം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നൗൺ ആയിരിക്കണം അല്ലെങ്കിൽ പ്രൊനൗൺ ആയിരിക്കണം. അപ്പോൾ വേർബ്, ഇപ്പോൾ ലേസി എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് അല്ലേ, അതിൻ്റെ നൗൺ ഫോർമുലേഷൻ എന്താ? ലേസിനെസ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറയുന്നത് വേർബ് അവിടെ ഒബ്ജക്റ്റിന് പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് വരണം, വേർബ് വരാൻ പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ ING ഫോം കൊടുത്താൽ കറക്റ്റ് ആവും. ING ഫോം കൊടുത്താൽ അത് നമ്മളൊരു ജെറണ്ടാക്കി മാറ്റും. അപ്പോൾ അത് കറക്റ്റാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചോണം കേട്ടോ. വിത്ത് ലേസിനെസ് എന്ന് കൊടുക്കാം. അജിത്ത്, അത് നമ്മൾ എഗ്ജാം ബാച്ചിൻ്റെ പൈസ കുറച്ചതല്ല കേട്ടോ. ഇന്നലെ എല്ലാ ബാച്ചിനും ഇന്നലെ കുറച്ച് നേരത്തേക്ക് ലൈക്ക് 6 hours ഒരു ഫ്ലാഷ് സെയിൽ നടന്നായിരുന്നു ഇന്നലെ. അത് നമ്മൾ മൊത്തം Adda247 നാഷണൽ വൈസ് ആയിട്ട് നടന്ന പരിപാടിയാണ്. എല്ലാ ചാനലും, നമ്മുടെ ഒഡീസ ചാനലിൽ, തമിഴ്നാടു, തെലുഗു, അതുപോലെ നമ്മുടെ ബംഗാളി, അതുപോലെ നമ്മുടെ അഡ ബാങ്കേഴ്സ് കംപ്ലീറ്റ് ചാനലിൽ നമ്മളൊരു ഫ്ലാഷ് സെയിൽ നടത്തി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലാഷ് സെയിൽ നടത്താറുണ്ട്. ഇറ്റ്സ് പ്യൂർലി ലക്ക് ബേസ്ഡ് ആണ്. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു ഫ്ലാഷ് സെയിൽ നടത്തി. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പ്രോയുടെ പൈസ കുറഞ്ഞു, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഇൻ്റർവ്യൂ ബാച്ചിൻ്റെ പൈസ കുറച്ചു, ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് ബാച്ചിൻ്റെ പൈസ കുറച്ചു. അങ്ങനെ എല്ലാം അണ്ടർ 999 ആയി. അതിൽ ഡിഗ്രി ബാച്ച് മാത്രം 2500 above 700-ന്റെ ബാച്ച് ആയതുകൊണ്ട് അതിന് കുറഞ്ഞപ്പോൾ 1109 സംതിങ് ലൈക്ക് ദാറ്റ്, അത്രേ കുറഞ്ഞുള്ളൂ. ബാക്കി എല്ലാത്തിനും 190 സംതിങ് അങ്ങനെ കണ്ട്. പക്ഷേ ബാക്കി എല്ലാ ഇതിനും കോഴ്സുകൾക്കും 999 താഴെയായി കുറഞ്ഞു. അങ്ങനെയാണ് വന്നത്. അല്ലാതെ എക്സാമിന് കംപ്ലീറ്റ്ലി പൈസ കുറച്ചിട്ടില്ല കേട്ടോ. പൈസ അത് തന്നെയാണ്. ആകെ ആ 6 hours ലക്കാണ്. ഇറ്റ് വാസ് ജസ്റ്റ് എ ഫ്ലാഷ് സെയിൽ, ഓർത്തോണം കേട്ടോ. സോ അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല അജിത്ത്. ഓക്കെ, യെസ്. ദ റഷ്യൻ അഡ്മിനിസ്ട്രേഷൻസ് മൈ പിക് വ്യൂ അബൌട്ട് ദ വോർ കോസ്റ്റഡ് ദം ഇല്ല. രേവതി, ഒരു ന്യൂ ഇൻഫോ ഫോർ യു. കോസ്റ്റിൻ്റെ പാസ്റ്റ് ടെൻസ് കോസ്റ്റ്. Pay the consequences. Costed them pay the consequences. Or costed them endo. Costed them socio-economic and costed them end. Costed them consequences. Pinne pay venda. Costed them consequences on social, economic and political arena. Pinne paid avashyamilla ട്ടോ. I'm having trouble answering you because their gray area. Because their gray area. Because of the grey area എന്ന് കൊടുത്താൽ because of the grey area എന്ന് കൊടുക്കുക. ബിക്കോസ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം because I am in a grey area എന്ന് പറഞ്ഞു എന്ന് പറയാം. I'm having trouble answering you because I am in a grey area എന്ന് കൊടുക്കുക കേട്ടോ. He puts in construction of his new house. Okay, great. I'm in grey area where I was passing across the MVD's camera on road. Okay, great. Good morning, Neetu. Good morning. അപ്പോൾ my pick view, open a can of worms. Grey area, black and white,
and call for. പിന്നെ ഒരു കാര്യം പറയാവേ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഇഡിയം ഉണ്ട്, വേറൊരു ഇഡിയമാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്താ അതിൻ്റെ അർത്ഥം? ഇത് പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏരിയ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ വിത്ത് ദ റൂൾസ് ആർ ക്ലിയർ, മനസ്സിലായോ? ബട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ വേറൊരു ഇഡിയം ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻ റൈറ്റിംഗ്. ഇൻ റൈറ്റിംഗ്, എനിക്കത് റൈറ്റിംഗിൽ വേണം, എഴുതി തരണം. ഓർ ഇൻ പ്രിന്റഡ് ഫോം, പ്രിന്റഡ് ആയിട്ട് തരണം എന്നർത്ഥം. ഐ നീഡ് ഇറ്റ്, അല്ലെങ്കിൽ ദ ലോസ് ആർ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ദോസ് ആർ റിട്ടൺ ആണ്, അത് എഴുതി കുറിച്ച് വെച്ചേക്കുന്നതാണ്, അതിലിനി ഒരു മാറ്റവും ഇല്ല എന്നാണ് അർത്ഥം. എഴുതുന്ന റിട്ടൺ ഫോമിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഒരു മാറ്റവും ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് ക്ലിയർലി ഡെപ്പിക്റ്റഡ് എന്നാണ് അർത്ഥം. സോ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് മീനിങ് മാറുകയോ ഓർത്തോണേ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് ഇൻ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇൻ പ്രിന്റഡ് ഫോം, അത് റിട്ടൺ ആയിട്ട് തന്നിട്ടുണ്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതാണ് അർത്ഥം കേട്ടോ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർത്തോണം, അതൊരു ഇഡിയമാണ്, ഡിഫറെൻറ്റ് ഇഡിയമാണ്. ബട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏരിയ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഗ്രീയും ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർത്തോണം. ബട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എൻ ഇഡിയം ഇൻ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇൻ പ്രിന്റഡ് ഫോം. മറന്നു പോരുതേ. The doctor called for the relatives of patient to take him to the medical college. Okay. Sometimes the army procedures seems to be gray area for the common people. Correct. That's correct. Okay. That's correct. She is in myopic view about her character. She is in a myopic view എന്ന് പറയില്ല, പാർവതിയെ തെറ്റാ. She has a myopic view. She has a myopic view about the in view എന്ന് പറയും. in view. She is in view എന്ന് പറയില്ല, അങ്ങനെ പറയില്ല. ഷീ ഈസ് ഹാവിങ് എന്ന് പറയും. അവൾക്കൊണ്ട് അവളുടെ വ്യൂ ഇങ്ങനത്തെയാണ് എന്നാണ്. അപ്പോൾ അവളുടെ വ്യൂ ഇങ്ങനെയാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഷീ ഹാസ് എ മയോപിക് വ്യൂ അബൌട്ട് ഹെർ കരിയർ എന്ന് കൊടുക്കുക കേട്ടോ. ടീച്ചർ കോൾ ഫോർ സ്റ്റുഡൻസ് ടു ഗിവ് സെമിനാർ ടോപ്പിക്സ്. ഡിമാൻഡഡ് സ്റ്റുഡൻസ്, കോൾ ഫോർ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഡിമാൻഡഡ് സ്റ്റുഡൻസ് ആണോ അതോ റിക്വസ്റ്റഡ് സ്റ്റുഡൻസ് ടു ഗിവ് സെമിനാർ ടോപ്പിക്സ് ആണോ? അജിത് അതാണ് ഉദ്ദേശിച്ചത്. കോൾ ഫോറിൻ്റെ അർത്ഥം ഡിമാൻഡ് ചെയ്തു അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുക ഓർ റിക്വസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ടീച്ചർ സിംഗുലർ ആണ്, അപ്പോൾ എന്ത് കൊടുക്കണം? കോൾസ് ഫോർ. ടീച്ചർ സിംഗുലർ ആണ്, അപ്പോൾ വേർബ് സിംഗുലർ കൊടുക്കുക. ടീച്ചർ കോൾസ് ഫോർ അല്ലെങ്കിൽ ടീച്ചർ കോൾഡ് ഫോർ, പാസ്റ്റ് ടെൻസും കൊടുത്താലും കുഴപ്പമില്ല. ദ പൊളിറ്റിക്കൽ പാർട്ടി ഹാസ് കോൾഡ് ഫോർ ഹിം ടു റിസൈൻ. ഓക്കെ, കോൾഡ് ഹിം ഫോർ റിസൈനിങ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇത് രണ്ടും കറക്റ്റാണ്, തെറ്റൊന്നുമില്ല, വേണം. ഓക്കെ, പീപ്പിൾ ഹാവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ സൊസൈറ്റി. പീപ്പിൾ ഹാവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ സൊസൈറ്റിയോ അങ്ങനെ പറയില്ല. പീപ്പിൾ ഹാവ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിറ്റുവേഷൻ എന്ന് കൊടുത്തു. പീപ്പിൾ ഹാവ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിറ്റുവേഷൻ ഇൻ സൊസൈറ്റി എന്ന് കൊടുത്തു. പീപ്പിൾ ഹാവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാട്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഡ്ജക്റ്റീവാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാട്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിറ്റുവേഷൻ എന്ന് കൊടുക്കുക. ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെനീരിയോ അങ്ങനെ കൊടുക്കുക കേട്ടോ. ദ പേഷ്യൻറ്റ് കോൾ പോയി. ഓക്കെ, അടുത്ത. അപ്പോൾ നമുക്ക് നേരെ പോയി. ഇപ്പോൾ കുറച്ചധികം ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഇന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സോനൽ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിനോണിംസിലോട്ടൊക്കെ പോകാം. ഇൻ KGF മൈനസ് ഗ്രേ ഏരിയ റോക്കി ബൈ ഓപ്പൺ എ ക്യാൻ ഓഫ് വേംസ്. ഓക്കെ, നിനക്ക് KGF വിട്ടില്ലേന്ന് ചോദിക്കാൻ വേണ്ടി വരുന്നു. ഹരി അല്ല ഇതിട്ടത്, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. സോറി ദീപക്. ഓക്കെ, KGF എൻ്റെ ഇത് ഗ്രേ ഏരിയ ആണ്. റോക്കി ബൈ ഓപ്പൺഡ് പാസ്റ്റ് ടെൻസ്. റോക്കി ബൈ സിംഗുലർ അല്ലേ, അപ്പോൾ ഓപ്പൺഡ് കൊടുക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ജിപ്പി. അപ്പോൾ ഇന്നലെ ഫ്ലാഷ് സെയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഫ്ലാഷ് സെയിൽ വി ആർ ബാക്ക് ഓൺ ട്രാക്ക്, വീണ്ടും തിരിച്ചെത്തി. 15% ഡിസ്കൗണ്ട് ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിലൂടെയോ വഴി നിങ്ങൾക്ക് കയറി നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബാങ്കിങ് ബാച്ച് റെഡിയാണ്. 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ഡേറ്റ് മാറ്റിയല്ലോ, 11-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 3 ക്ലാസ്സുകൾ തന്നെയാണ്. നിങ്ങൾക്ക് 1 വർഷം വാലിഡിറ്റി ഉണ്ട്, അതിലൊരു മാറ്റവും ഇല്ല. ക്ലാസ്സുകൾ 11 AM to 12:30, 5 to 6:30, 7:30 to 9. ഇംഗ്ലീഷ്, മാത്ത്, റീസണിങ് ഈ 3 ക്ലാസ്സുകളാണ്. എല്ലാ ദിവസവും 1.5 മണിക്കൂറിൻ്റെ 3 ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടും കേട്ടോ. അതുപോലെ ഇനി ഇംഗ്ലീഷിൽ നിങ്ങൾ വീക്കാണോ, ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ബേസിക് ടു അഡ്വാൻസ് ലെവൽ നിങ്ങൾ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ച് തരാനായിട്ട് നമ്മൾ രണ്ടുപേരും ഉണ്ട്. റീമ മിസ്സും ഞാനും. 3 മണി മുതൽ 4:30 വരെയും 8:30 മുതൽ 10 മണി വരെയുള്ള 2 സെഷൻസ് ആണ്. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക കേട്ടോ. റീഡിങ് കോംപ്രിഹെൻഷൻ, വൊക്കാബ് ആൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ, അതാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് കംപ്ലീറ്റ്ലി. ഓക്കെ, 75+ hours നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സിനോണിംസിലോട്ട് പോകാം. ആദ്യത്തെ വേർഡ്, ഇന്ന് കുറേ പുതിയ വേർഡുകൾ നിങ്ങൾ പഠിക്കും കേട്ടോ. പുതിയ ഒരുപാട് വാക്ക് നിങ്ങൾ പഠിക്കും. കേട്ടിട്ടുണ്ടോ ഇത്? ലൈക്കൻ. കേട്ടിട്ടുണ്ടോ ലൈക്കൻ? ലൈക്കൻ ഈസ് എ വേർബ്. ലൈക്ക് നൗണാണ്, വേർബാണ്, പ്രിപ്പോസിഷനാണ്, അഡ്ജക്റ്റീവാണ്. ലൈക്ക്. പക്ഷേ ലൈക്ക് അഡ്ജക്റ്റീവ് അല്ല, അഡ്വേർബ്. പക്ഷേ ലൈക്കൻ
ലൈക്കൻ കേട്ടുണ്ടോ? ലൈക്കൻ എന്ന് പറയുന്നത് വേർബ് മാത്രമാണ് കേട്ടോ. ലൈക്കൻ എന്ന് പറയുന്ന വേർബ് ആകുമ്പോൾ അതിന് V2 ഉണ്ടല്ലോ, V2 ഫോർമുലേഷൻ ഉണ്ട്. ലൈക്കൻഡ് V2 V3 ലൈക്കൻഡ് ആണ് കേട്ടോ, ഓർത്തോണം. V2 V3 ലൈക്കൻഡ് ആണ്. ലൈക്കൻസ് ആണ്, അതിലൂടെ ഒരു S ഇട്ട് കൊടുത്താൽ V5 കിട്ടും കേട്ടോ. ലൈക്കൻസ് ആണ് V5. സോ ലൈക്കൻ ചെയ്യുക മീൻസ് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യുക. ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തോട് ഈക്വലൈസ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, അനലോജൈസ് ചെയ്യുക. അനലൈജൈസ് എന്ന് പറഞ്ഞാലും ഇക്വേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം കേട്ടോ. അനലജൈസ് അല്ലെങ്കിൽ പാരലൽ ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. അതിനാണ് ലൈക്കൻ എന്ന് പറയാം. ഇന്ന് നിങ്ങൾ കാണും എലൻ മസ്ക് ട്വിറ്ററിനെ ഇനിയൊരു കാര്യമായിട്ട് എന്ത് ചെയ്തു, കമ്പയർ ചെയ്യാണ്, ലൈക്കൻ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇന്ന്. അടുത്തത് ക്വാം L സൈലന്റ് ആണ്. കാം CALM കാം L സൈലന്റ് അല്ലേ, അതുപോലെ ഇതിൽ ക്വാം എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ക്വാം മീൻസ് മിസ്ഗിവിങ് എന്താണെന്ന് ആലോചിക്കും അല്ലേ. മിസ്ഗിവിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഡൗട്ട്, ഒരു സംശയം അബൌട്ട് സംതിങ്. അതിനെ സംശയം, ഇനിയിപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഡൗട്ട് ഉണ്ടല്ലോ, അതിനെ മിസ്ഗിവിംഗ് എന്ന് പറയും. ഡൗട്ട്, കൺസേൺ അല്ലെങ്കിൽ വറി, അതിനെയാണ് ക്വാം എന്ന് പറയാം. ക്വാം പുതിയ വാക്കായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ഏറ്റവും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാണ്. ക്വാം മീൻസ് മിസ്ഗിവിംഗ്, ഡൗട്ട്, കൺസേൺ ഓർ വറി. ഓക്കെ. അടുത്തത് ഇസ് ഐറണിക്. നമ്മുടെ 7th grade അകത്ത് പൃഥ്വിരാജ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലേ, എന്ത് ഐറണി അല്ലേ, ലൈഫ് ഇസ് എൻ ഐറണിയാണെന്ന് പറയും. വൈരുദ്ധ്യം എന്നാണ് ഐറണി എന്ന നൗണിൻ്റെ അർത്ഥം. ഐറണിക് ഈസ് എൻ അഡ്ജക്റ്റീവ്. അതായത് ഐറണിക് ആണെന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യപരമായ, സർക്കാസ്റ്റിക് ആണ്, സാർഡോണിക് ആണ്, ഇൻകോൺഗ്രുവസ്. തമ്മിലൊരു പൊരുത്തപ്പെടലില്ലല്ലോ, തമ്മിലൊരു പൊരുത്തമില്ലായ്മയുണ്ട്. ഇറ്റ് ഈസ് ഇൻകോൺഗ്രുവസ്, ഓഡ്, ഇറ്റ്സ് സ്ട്രേഞ്ച്, ലൈഫ് ഇസ് സ്ട്രേഞ്ച് എന്ന് പറയില്ലേ. സോ സ്ട്രേഞ്ച് ആണ്, ലൈഫ് ഇസ് ഐറണിക് എന്ന് പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, ഐറണിക്. അപ്പോൾ ഐറണിക് ആയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യവും ഈ കാര്യമായിട്ടൊരു വൈരുദ്ധ്യമുണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐറണിക് മീൻസ്. സർക്കാസ്റ്റിക്, സഡോണിക്, ഇൻകോൺഗ്രുവസ് അല്ലെങ്കിൽ ഓഡ് എന്ന് നമ്മൾ ഐറണിക് എന്ന അഡ്ജക്റ്റീവിന് പറയും. ഓക്കെ, നോക്കട്ടെ നിങ്ങളുടെ സെൻറ്റൻസ്. അപ്പോൾ ഐ എം ഇൻ Mahapack വ്യൂ വേർ മൈ ഗൈഡ് ഗേവ് മീ എ റിസർച്ച് പേപ്പർ. ഓക്കെ, അപ്പോൾ ഷോർട്ട് സൈറ്റഡ് ആണ് ഞാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഓക്കെ, KGF പറ്റിയാൽ തിയേറ്ററിൽ തന്നെ കാണണം. ആ കംപ്ലീറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ടൈം കിട്ടിയാൽ കാണാം. ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷെ ഫസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണാത്തത്. എന്തോ എനിക്ക് അങ്ങനത്തെ പടങ്ങളോടൊരു താല്പര്യം തോന്നിയിട്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല ഹരി. അതുകൊണ്ടാണ് ഇല്ല, ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേനെ. ഓക്കെ, നോക്കട്ടെ, ഹരി പറഞ്ഞല്ലേ, ചെയ്തേക്കാം. ഓക്കെ, ലൈക്കൻ കേട്ടിട്ടുണ്ടല്ലേ, ക്വാം ഒക്കെ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിയോ. യൂഷ്വലി പേരൻസ് ലൈക്ക് ദർ ചൈൽഡ് വിത്ത് അതേഴ്സ്. ലൈക്കൻ ദ ചൈൽഡ്, യെസ്. ലൈക്കൻ ദ ചൈൽഡ് വിത്ത് അതേഴ്സ്, യെസ്. ഡോണ്ട് വറി, സീ ദ ഐറണി. യാ, ഓക്കെ. ഡോണ്ട് യു സീ ദ ഐറണി, അത് തന്നെ. ഡോണ്ട് യു സീ ദ ഐറണി, യെസ്. അതാണ് നമ്മുടെ 7th grade അവൻ ചോദിക്കുന്ന ഡയലോഗ്, അത് തന്നെ. ഓക്കെ, അടുത്ത, ഷീ ഹാസ് എ ഹാബിറ്റ് ഓഫ് ലൈക്കനിങ് ഹെർ മാർക്സ് വിത്ത് അതേഴ്സ്. ഗ്രേറ്റ്, യെസ്. യു കെ നോട്ട് ലൈക്കൻ യുവർ ലൈഫ് വിത്ത് അതേഴ്സ്. അതും കറക്റ്റാണ് കേട്ടോ, അപ്പോൾ ഓർത്ത് വെച്ചോളാം. അടുത്തത് ബുള്ളി. നിങ്ങൾക്കറിയാം ബുള്ളിങ് വേർബുണ്ട്, ബുള്ളി എന്ന വേർബും പറയും, നൗണും പറയും. ഹീസ് എ ബുള്ളി. അവനൊരു ബുള്ളിയാണ് കേട്ടോ. അവനൊരു വല്ലാത്ത സ്വഭാവം, എല്ലാവരും വെറുപ്പിക്കും, എല്ലാവരും ഉപദ്രവിക്കും. ബുള്ളി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ നമ്മളെ റാഗ് ചെയ്യില്ലേ, അതായത് വെറുതെ ഇട്ടിട്ടെങ്ങ് എന്താണ് ഉപദ്രവിക്കുകയാണ്, പെർസിക്യൂട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ പേടിപ്പിക്കുകയാണ്. വെറുതെ അതും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ വന്ന് നമ്മളെ പേടിപ്പിക്കുകയോ ഇൻറ്റിമിഡേറ്റ് ചെയ്യുക ഓർ പെർസിക്യൂട്ട് ചെയ്യുക, അതിനാണ് ബുള്ളി ചെയ്യുക എന്ന് പറയാം. അല്ലെങ്കിൽ പെർസിക്യൂട്ടർ എന്നും ടോമൻറ്റിയ അല്ലെങ്കിൽ ടോമൻറ്റർ എന്നും അർത്ഥമുണ്ട് ബുള്ളിക്ക് നൗണുണ്ട്, വേർബുണ്ട് കേട്ടോ, ഓർത്തോണം ബുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ബുള്ളിയാണ്, മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബുള്ളി എന്ന് പറഞ്ഞാൽ. നമ്മുടെ പ്രിയങ്ക ചോപ്ര പറഞ്ഞിട്ടുണ്ട് ഒരു തവണ, ഷീ വാസ് ബുള്ളീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീ വാസ് ബുള്ളീഡ് വൈൽ ഷീ വാസ് ഇൻ സ്കൂൾ. അമേരിക്കയിലല്ലേ പഠിച്ച് പുള്ളിക്കാരി. അപ്പോൾ പഠിച്ച സമയത്ത് പുള്ളി പറഞ്ഞു, ബ്രൗൺ സ്കിൻഡ് ആയതുകൊണ്ട് ഒരുപാട് ബുള്ളി ചെയ്യപ്പെട്ടിട്ടുണ്ട്, മറ്റുള്ളവർ ഒരുപാട് ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട് പുള്ളിക്കാരി ചെറുതായിരുന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തോട്ട് പോവാം. ഡിസ്ഇൻട്രസ്റ്റഡ്. ഞാൻ ഒരു തവണ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ, ബന്ധമുണ്ട്, പക്ഷേ അൺഇൻട്രസ്റ്റഡ് എന്ന അതാണ്. ഇൻട്രസ്റ്റഡിൻ്റെ ഓപ്പോസിറ്റ് അൺഇൻട്രസ്റ്റഡ് ആണ്, ഓർത്തോണേ. ഇൻട്രസ്റ്റഡ് എന്ന വാക്കുണ്ട്, ഇൻട്രസ്റ്റഡ്. ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. എനിക്കിഷ്ടമാണ്, എനിക്ക് താല്പര്യമുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമില്ലായ്മ എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? അൺഇൻട്രസ്റ്റഡ് എന്നാണ്. അൺഇൻട്രസ്റ്റഡ്. ഡിസ്ഇൻട്രസ്റ്റഡ് അതുമായിട്ട് ബന്ധമില്ല. ഡിസ്ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇന്നതോടും ഇല്ല, അതിനോടും ഇല്ല. എയോടും ഇൻട്രസ്റ്റ് ഇല്ല, ബിയോടും ഇൻട്രസ്റ്റ് ഇല്ല. ഐ എം ഈക്വൽ ആയിട്ട് നിൽക്കുവാണ്, രണ്ടുപേരോടും എനിക്ക് ഈക്വൽ ആയിട്ട് ചായവേ ഉള്ളൂ.
എയോടും പ്രത്യേകിച്ച് താല്പര്യമില്ല, ബിയോടും എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. ഐ എം അൺബയസ്ഡ്. ഒരു ബയസില്ല, ഒരു മുൻവിധി എനിക്കില്ല. രണ്ടുപേരോടും എനിക്ക് പ്രത്യേകിച്ചില്ല. ഒരാളോടൊരു കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ ഞാൻ പാർഷ്യൽ അല്ല, ഐ എം ഇംപാർഷ്യൽ. സോ ജഡ്ജസ് മസ്റ്റ് ബി ഡിസ്ഇൻട്രസ്റ്റഡ്. എ ബാങ്കർ മസ്റ്റ് ബി ഡിസ്ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നേക്കാം. ഡിസ്ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അൺബയസ്ഡ് ആയിരിക്കണം, ഒരു മുൻവിധി കാണിക്കാൻ പാടില്ല. അൺപ്രജുഡിസ്ഡ് ആയിരിക്കണം, പ്രജുഡിസ് കാണിക്കാൻ പാടില്ല. ഇംപാർഷ്യൽ ആയിരിക്കണം, പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. സോ ഡിസ്ഇൻട്രസ്റ്റഡ് മീൻസ് അൺബയസ്ഡ്, അൺപ്രജുഡിസ്ഡ് ഓർ ഇംപാർഷ്യൽ. ഓർത്ത് വെച്ചോണം കേട്ടോ. സൈബർ ബുള്ളിങ് അത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ്. എനിക്കൊന്ന് സൈബർ ബുള്ളിങ് കാരണമാണ് സൈബർ ലോസ് വളരെ സ്ട്രോങ്. ഏതൊരു PSC അല്ലെങ്കിൽ ഏതൊരു PSC മാത്രമല്ല, PSC മുതൽ ഉള്ള എല്ലാ എക്സാംസിനും, കോമ്പറ്റേറ്റീവ് എക്സാംസിനും IT-യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന മേഖല ഈസ് സൈബർ ലോസിനെ പറ്റിയാണ് അല്ലേ. എനിക്ക് റിൻസർ എപ്പോഴും പറയുന്നേക്കാം, സൈബർ ലോസിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ വരിക. ബിക്കോസ് ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്ന ഇഷ്യൂസും സൈബർ റിലേറ്റഡ് ഇഷ്യൂസാണ്. ഡിജിറ്റൽ ഹാക്കിംഗ് ഒരുപാട് കേൾക്കാൻ നിങ്ങൾക്ക് അല്ലേ. പിന്നെ ഡിജിറ്റൽ നമുക്ക് മണി ലോണ്ടറിങ് അല്ലേ, മണി ലോണ്ടറിങ് കാണാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാം ഡിജിറ്റൽ മണി മാത്രമല്ല, ഫ്രോജുലൻസ് ഒരുപാട് കാണിക്കാം. ഡിജിറ്റൽ ഫ്രോജുലൻസ് ബാങ്കിങ്ങിൻ്റെ ഫീൽഡിലും ഒക്കെ അല്ലേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഈ സൈബർ ബുള്ളിങ്ങിൽ പെടുന്ന കാര്യങ്ങളാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് സൈബർ ലോസിൽ പെടുന്നതാണ്. നിങ്ങൾക്ക് അതറിയാൻ തോന്നുന്നു. യെസ്, I have qualm about my career. Okay, Vinu, that's right. She's always calm about. She is always calm. She is always calm എന്ന് പറയോ? She is always worried അല്ലേ? അപ്പോൾ എന്ത് കൊടുക്കണം? ഇവിടെ വറി എന്ന് പറയുന്നത് വേർബ് അല്ല, നൗൺ ആണ്. അപ്പോൾ അത് തെറ്റാ വീണ. അങ്ങനെ കൊടുക്കാം. He always has എന്ന് കൊടുക്കുക. Sorry, she always has. She always has qualm about her decision. ഡിസിഷൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കണേ. ടൈപ്പോ എന്ന് വിശ്വസിക്കുന്നത് DECISION. ഡിസിഷൻ, DECISION. ഡിസിഷൻ്റെ സ്പെല്ലിങ് മാറിപ്പോയേ. SSION ഇല്ല, ഒരു എസ് ഉള്ളൂ. പിന്നെ DICI അല്ല, DECI ആണ് കേട്ടോ വീണ. അപ്പോൾ ഷീ ഓൾവേസ് ഹാസ് ക്വാം അബൌട്ട് ഹർ decision. Don't liken your capability with others. Okay, great. Don't let anyone bully you into doing something you don't want to do. Great, Chippy. Yes. He disinterested himself in politics. Okay, he disinterested himself. അങ്ങനെ പറയാൻ പറ്റില്ല ജിപ്പി. കാരണം എന്താ? ഡിസിൻട്രസ്റ്റഡ് ഈസ് നോട്ട് എ വേർബ്. ശ്രദ്ധിച്ചേ പിള്ളേരെ, ഡിസിൻട്രസ്റ്റഡ് ഈസ് നോട്ട് എ വേർബ്. ഡിസിൻട്രസ്റ്റഡ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവായിട്ട് മാത്രമേ നമ്മൾ ഡിസിൻട്രസ്റ്റ് ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഡിസിൻട്രസ്റ്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവായിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ചാടിക്കേറി ഇവിടെ എഴുതി ഇപ്പം അത് അങ്ങ് മാറും, വേണ്ട. ഇതൊരു വേർബ് അല്ല, ഓർത്തോണം, വേർബ് അല്ല. ഇൻട്രസ്റ്റ് വേർബുണ്ട്, അൺഇൻട്രസ്റ്റ് വേർബ് ഉണ്ട്. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ വേർബായിട്ട് നമുക്ക് പറയാം, ഒരു പ്രശ്നവുമില്ല. അഡ്ജക്റ്റീവായിട്ട് പറയാം, ഇൻട്രസ്റ്റഡും അൺഇൻട്രസ്റ്റഡും ഒക്കെ പറയാം. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ഡിസിൻട്രസ്റ്റഡിന് വേർബ് ഫോർമുലേഷൻ അല്ല, അത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഡ്ജക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം? ഹീ ഡിസിൻട്രസ്റ്റഡ് ഹിംസെൽഫ് അല്ല, ഹീസ് ഡിസിൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറയാം. അതായത് അവൻ ഇംപാർഷ്യലാണ്, പൊളിറ്റിക്സിൽ ഇംപാർഷ്യലാണ് അവൻ എന്ന് പറയാം. ഇൻ പൊളിറ്റിക്കൽ മാറ്റേഴ്സ്, ഇൻ പൊളിറ്റിക്സ് എങ്ങനെ വേണം പറയാം, ഒരു പ്രശ്നമില്ല കേട്ടോ, കറക്റ്റായിട്ട് പറയും. ഓക്കെ ഓക്കെ ഓൾ റൈറ്റ്. അടുത്ത് നോക്കാം. ഷീ ഹാസ് എ സീരിയസ് ക്വാം ഇൻ ചൂസിങ് എ കോഴ്സ്. ഗ്രേറ്റ്. മാമന് ഫിലിം കാണാൻ അതിന് സമയമുണ്ട്, ഫുഡ് കഴിക്കുന്നത് വരെ ഓടിപ്പോയല്ലേ. ഓക്കെ, അത് ശരിയാ. ഫിലിം കാണാൻ സമയമുണ്ടോന്നല്ലേ? ഫിലിം കാണാൻ എനിക്ക് ഫിലിം കാണാനുള്ള സമയം കുറവാണ്. ബട്ട് ഞാൻ മൊബൈലിൽ ഫിലിം കാണാറുണ്ടോയെന്ന് ചോദിച്ചാൽ അതിൽ പെടും. കാരണം ഫിലിം കാണാനുള്ള സമയം ഞാൻ എങ്ങനെയും കണ്ടെത്തും. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു മൂവിയെങ്കിലും ഞാൻ കണ്ടിരിക്കും. ഇംഗ്ലീഷ് മൂവിയാണേ, മലയാളം മൂവി എന്ന് പറയുന്നത്. മലയാളം മൂവീസ് കാണും, തമിഴ് മൂവീസൊക്കെ കാണും. പക്ഷേ ഞാൻ കൂടുതലും ഇംഗ്ലീഷ് മൂവിയാണ് പ്രിഫർ ചെയ്തത്. കുറേ പെട്ടെന്നോട്ട് കാണാം. അതായത് 1.5 hours അല്ലെങ്കിൽ 145 minutes അല്ലെ, ഒരു മണിക്കൂർ, 1.25 മണിക്കൂർ കൊണ്ട്, 1.5 മണിക്കൂർ, 1 മണിക്കൂർ, 1.25 മണിക്കൂർ കൊണ്ട് പരിപാടി തീരും. അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് മൂവി പ്രിഫർ ചെയ്യുന്നത് കൂടുതലും. പിന്നെ ലാംഗ്വേജ്, ദാറ്റ്സ് എ ബേസിക് തിങ്, അതാണ് കേട്ടോ. അങ്ങനെ ഹിസ് ആക്ഷൻസ്, ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരും പറയുന്നത് മൂവീസ് കാണണം, സീരീസ് കാണണം എന്നൊക്കെ. കാരണം എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ നമ്മൾ ലാംഗ്വേജ് അറിയാതെ പഠിച്ചു. ഈ ഡെയിലി ഒരേ യൂസേജ്, ആ ശൈലികളൊക്കെ കേട്ട് കഴിയുമ്പോണ്ടല്ലോ, ഈ ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളതങ്ങ് സെറ്റാവും. ഓക്കെ. ഹിസ് ആക്ഷൻസ് ആർ കോംപ്ലക്സ് ആൻഡ് സംടൈംസ് ഐറണിക് ടു. ഗ്രേറ്റ്. ടീച്ചേഴ്സ് ആർ ക്വാം വിത്ത് അല്ല. അപ്പോൾ നീതു നേരത്തെ പറഞ്ഞോളൂ, വറീഡ് എന്ന അർത്ഥമല്ല ഇവിടെ. ക്വാം ഇതൊരു നൗണാണ്, ഇറ്റ്സ് നോട്ട് എ വേർബ്. അപ്പോൾ എന്ത് കൊടുക്കണം? ടീച്ചേഴ്സ് ആർ ക്വാംഡ് അല്ല, ടീച്ചേഴ്സ് ഹാവ് ക്വാം അബൌട്ട് ദെയർ സ്റ്റുഡൻസ് ഡ്യൂറിങ് എക്സാം ടൈം എന്ന് കൊടുക്കാം. വി ആർ റിവിസിറ്റിംഗ് വെന്യൂ ടു ക്വാം എനി ഫിയേഴ്സ് അബൌട്ട് ഇറ്റ്സ് സ്യൂട്ടബിലിറ്റി. ഇല്ലില്ല. ടു ക്വാം എന്ന് പറയുമ്പോൾ ടു ഡൗട്ട് ഓർ ടു കൺസേൺ,
ഇത് നിങ്ങൾ മനസ്സിലായോ? കൺസേൺ എന്ന വേർബുമായിട്ടൊരു ബന്ധമില്ല. കൺസേൺ ഒരു പ്രശ്നം അല്ലേ, ഒരു കൺസേൺ. ഐ ഹാവ് എ കൺസേൺ അബൌട്ട് യു. എനിക്ക് നിന്നെപ്പറ്റി ഒരു ആകുലതയുണ്ട്. കൺസേൺ ആകുലത, വറി ആകുലത, ഡൗട്ട് കൺഫ്യൂഷൻ, അതാണ് ക്വാം. നൗൺ ആണ്, ഇറ്റ്സ് നോട്ട് വേർബ്. കേട്ടൊരു എഴുതി ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെയും തെറ്റുമാകും. അപ്പോൾ ഓക്കെ, ഹെർ അഡ്വൈസ് അപ്പിയർ ടു ബി ഡിസ്ഇൻട്രസ്റ്റഡ്. അത് കറക്റ്റാ. Impartial ആയിട്ട്, യെസ്. മോസ്റ്റ് ഓഫ് ദ പേരൻസ് ആർ ഡിസ്ഇൻട്രസ്റ്റഡ്, impartial. ഓക്കെ. Qualm over children always pressurizes them. Okay. Concern over the children, great. Future of Twitter's transparency is qualm after is doubt. Okay, after fetching its complete control to one person. Okay. അത് ശരി ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മളിന്ന് വായിക്കും. അത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം. ലഹരി, യെസ്. ഹി ഡിസ്ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് അല്ലേ? ഹി ഡിസ്ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് അല്ല. ഹി ഡിസ്ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് വരുമ്പോഴും തെറ്റൂലേ? അതായത് ഹി ഡിസ്ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് വരുമ്പോഴല്ലോ ജിപ്പി, അതെന്ത് വരും? ഹി കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്ഇൻട്രസ്റ്റഡ് വരുമ്പം അത് വെർബായി മാറും കേട്ടോ. അപ്പോൾ അത് തെറ്റാം. ഇപ്പം എന്തായിരുന്നു നേരത്തെ പറഞ്ഞൊന്ന് നോക്കട്ടെ, സെൻറ്റൻസ് ഞാൻ ഒന്ന് ശരിക്കും നോക്കട്ടെ. ഹീസ് ഡിസ്ഇൻട്രസ്റ്റഡ് അങ്ങനെ കൊടുക്കുക. ഹീസ് ഡിസ്ഇൻട്രസ്റ്റഡ്, അത് കറക്റ്റാണ്. ഹീ ഈസ് ഡിസ്ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. അപ്പോൾ ഈസ് എന്ന സ്റ്റേറ്റ് വേർബിൻ്റെ കൂടെ അഡ്ജക്റ്റീവായിട്ട് ഡിസ്ഇൻട്രസ്റ്റഡ് വരും, അത് കറക്റ്റാണ്. അങ്ങനെ കൊടുക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഹീ ഈസ് ഡിസ്ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് എന്ന് കൊടുക്കാം. ഷീ വാസ് സസ്പെൻഡഡ് ഫ്രം കോളേജ് ആസ് ഷീ ബുള്ളീഡ് വൺ ഓഫ് ഹർ ജൂനിയേഴ്സ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ക്രൈം ബ്രാഞ്ച് ഫെൽറ്റ് ദാറ്റ് ദർ ഈസ് എൻ ഐറണിക് വൈലോ. ഐറണിക് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ് നീതു. ഒന്നെങ്കിൽ ഐറണി എന്ന നൗൺ കൊടുക്കാം. എന്ത് ഫൈൻഡ് ചെയ്തു? ആൻ ഐറണി. ആൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ കൂടെ അല്ലല്ലോ ഉപയോഗിക്കുന്നത്. നൗൺ ഉണ്ടെങ്കിൽ അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഉപയോഗിച്ചു, നൗൺ കൂടെ ഇല്ലെങ്കിൽ അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് അല്ലെങ്കിൽ ആൻ എന്ന നമ്മുടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് സിംഗുലറായ കൗണ്ടബിളായ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കാവുള്ളൂ. ദർ ഈസ് എൻ ഐറണി വൈൽ ക്വസ്റ്റനിങ് ദിലീപ് ആൻഡ് ഹിസ് ഫാമിലി മെമ്പേഴ്സ് കൊടുക്കണം കേട്ടോ. സംടൈംസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് ഡിസ്ഇൻട്രസ്റ്റഡ് ഡിസിഷൻ. ഓൾ റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്. തിയേറ്റർ പോയി കാണണം KGF 12. അതാണ് പ്രശ്നം. 10th തൊട്ട് ഇംഗ്ലീഷ് മൂവി കാണുന്നുണ്ട്. സബ്ടൈറ്റിൽ വായിച്ച് സ്പീഡായി, അല്ലാതെ ലാംഗ്വേജ് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെന്ന് തോന്നുന്നു. ആണോ SJ? സബ്ടൈറ്റിൽ ഇട്ടിട്ടാണോ ഇപ്പോഴും കാണുന്നത്? 10th ക്ലാസ് തുടങ്ങിയ പരിപാടി ഇപ്പോഴും തീർന്നിട്ടില്ല. സബ്ടൈറ്റിൽ ഇട്ടിട്ടാണോ ഇപ്പോഴും കാണുന്നത്? സബ്ടൈറ്റിലൊക്കെ മാറ്റി പിടിക്കണം. സബ്ടൈറ്റിൽ ഇട്ടിട്ട് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് നടക്കില്ല. ആദ്യം ഒന്ന് പിടിക്കാൻ വേണ്ടി, ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് സബ്ടൈറ്റിൽ തുടങ്ങിക്കോ. നെവർ എവർ. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സബ്ടൈറ്റിൽ ആണ്. അപ്പം നമ്മൾ മൂവി ശ്രദ്ധിക്കുള്ളൂ. നമ്മൾ വായിച്ച് റീഡിംഗ് എബിലിറ്റി മാത്രം കൂടിയാൽ മതിയാവും. റീഡിംഗ് എബിലിറ്റി ഇങ്ങനെയുള്ള കാര്യം റീഡിംഗ് എബിലിറ്റി കൂടിയിട്ട് ഒരു കാര്യമില്ല. റീഡിംഗ് എബിലിറ്റി കൂടില്ല, മനസ്സിലായോ? സബ്ടൈറ്റിൽ വായിച്ച റീഡിംഗ് എബിലിറ്റി കൂടില്ല. സോ സബ്ടൈറ്റിൽ മാറ്റി പിടിക്കട്ടോ. ഞാൻ 10th ക്ലാസ് പഠിച്ചപ്പോൾ ഞാനും സബ്ടൈറ്റിൽ ഇട്ട സിനിമ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ +2 എത്തിയപ്പോഴേക്കും സബ്ടൈറ്റിൽ ഞാൻ മാറ്റി. അപ്പോൾ അതൊന്നും പരിപാടി ശ്രദ്ധിച്ചോണം കേട്ടോ. ഹി ലവ് ടു ബുള്ളി ഹിസ് യങ്ങർ സിസ്റ്റർ, ഗ്രേറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് SJ അത് മനസ്സിലാകാത്തത്. അപ്പോൾ SJ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് ക്വാമിങ് നേച്ചർ പറയില്ല ആദ്യം, കാരണം ക്വാം എന്ന വേർബ് ഇല്ലല്ലോ. പിന്നെ ING ഫോം കൊടുക്കാൻ പറ്റില്ലല്ലോ. ക്വാം നേച്ചർ കൊടുത്താൽ മതി. ക്വാം നേച്ചർ ING കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ക്വാം നേച്ചർ, അതായത് ഡൗട്ട്. ക്വാം നേച്ചർ എന്ന് പറയുമ്പോൾ ഡൗട്ട് എന്നാണല്ലോ. വറി നേച്ചർ പ്രശ്നമില്ല. നൗണ് അഡ്ജക്റ്റീവായിട്ട് വരാം, അത് വരാം. ഓക്കെ. ഓഫ് ദി കാൻഡിഡേറ്റ് ഷോർട്ട് ഹിസ് ഓർ ഹെർ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഓക്കെ, എഡിറ്റോറിയൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒക്കെ ഏറെക്കുറെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആണോ? അത് മതി, അത് കേട്ടാൽ മതി. ഇമ്പ്രൂവ്മെൻറ്റ് ഒന്ന് കേട്ടാൽ മതി. കറക്റ്റ് ഞാൻ സന്തോഷമായി. ഓക്കെ. ഹി വാസ് അൺഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്, കറക്റ്റ് ആണോ? ഹി വാസ് അൺഇൻട്രസ്റ്റഡും കറക്റ്റാ. ഇൻട്രസ്റ്റ് ഇല്ല, അവന് പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അൺഇൻട്രസ്റ്റഡിന്. ഡിസ്ഇൻട്രസ്റ്റിൻ്റെ മീനിങ്ങേ വേറെയാ. ഡിസ്ഇൻട്രസ്റ്റഡ് മീനിങ് എന്താണ്? അവന് പൊളിറ്റിക്സിൽ ഇമ്പാർഷ്യലാണ്. പൊളിറ്റിക്കൽ ഐഡിയോളജീസിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സ് കാര്യങ്ങളിൽ ഇമ്പാർഷ്യലാണ്. ഭയങ്കര അൺബയസ്ഡ് ആയ ആളാണ്. അല്ല ഇന്ന പാർട്ടിയോട് ചായ്വ്, അല്ലെ ഇന്ന പൊളിറ്റിക്കൽ വ്യൂയോടൊന്നും ചായ്വില്ല, ഒരേപോലെയാണ് എന്നെ കണക്കാക്കുന്നത് എന്നാണ്. രണ്ടും കറക്റ്റാണ്. പക്ഷെ മീനിങ് ഡിഫറെൻ്റ് ആണെന്നുള്ളൂ കാര്യം. ബി എന്ന ഫോമുലേഷൻ്റെ ആണ് ഈസോ വോസോ ഒക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. സ്റ്റേറ്റ് വേർബുകളുടെ അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. നമ്മളത് പഠിച്ചാണല്ലോ രേവതി. ഹിസ് അഡ്വൈസ് അപ്പിയർ ടു ബി ഡിസ്ഇൻട്രസ്റ്റഡ്, അത് കറക്റ്റാണ്. അപ്പിയറിൻ്റെ കൂടെ ഡിസ്ഇൻട്രസ്റ്റഡ് കറക്റ്റാണ്. ഹി ഓൾവേസ് ക്വാം വിത്ത് ഹിസ് ആക്ഷൻ. ഇല്ല, അവിടെ പ്രശ്നമുണ്ട്. ക്വാം എന്ന് പറയുന്ന വേർബ് അല്ലെന്നേ, നൗണാ. ഞാൻ പറഞ്ഞ് മനസ്സിലായിരുന്നില്ല ചിപ്പി. ക്വാം എന്ന് പറയുന്ന വേർബ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഹി ഓൾവേസ് ക്വാം കറക്റ്റ് ആയിരുന്നു, ക്വാംസ് എന്ന്. പക്ഷെ ഇവിടെ എസ് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇട്ട് കൊടുക്കാൻ പറ്റും. നൗണായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും, വേർബായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം എന്ത് കൊടുക്കാം? ഹിസ് ക്വാം കൊടുത്തോളൂ. ഹിസ് ക്വാം, ഹിസ് ഡൗട്ട്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കണം. ഓക്കെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്തിലോട്ട് പോകാം. സഫിസ്. സഫിഷ്യൻ്റ് എന്ന അഡ്ജക്റ്റീവിൻ്റെ വേർബാണ് സഫിസ്. സഫിഷ്യൻ്റ് എന്നാണ് അഡ്ജക്റ്റീവ്. സഫിസ് എന്നുള്ളത് നമ്മുടെ
വേർബ് കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പുതുതൊന്നുമല്ല, പഴയത് തന്നെയാണ്. ബി ഇനഫ് അല്ലെങ്കിൽ ബി ആഡിക്വേറ്റ്, ആവശ്യത്തിനുള്ളതാവുക, അതാണ് സഫിസ്. ഇറ്റ് വിൽ ബി ഇറ്റ് വിൽ സഫിസ്, ഇത് മതി. ഇറ്റ് വിൽ ഡു, ഇറ്റ് വിൽ സെർവ്, ഇത് ആവശ്യത്തിനുള്ളതാവും, ആവശ്യം തികയും, സെർവ് ചെയ്യും. ഇറ്റ് വിൽ ഡു, അത് മതിയാവും. ഇറ്റ് വിൽ ഡു, ഇറ്റ് വിൽ സഫിസ്, മതി, ഇത് മതി, ഇറ്റ് വിൽ സഫിസ്, അതാവും, അത് ആവും, ആഡിക്വേറ്റ് ആയിക്കോളും. അടുത്തത് കീൻലി മീൻസ്, കീൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അഡ്ജക്റ്റീവ്, അതിനോട് ഒരു എൽവ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കീൻലി എന്ന അഡ്വേർബ് കിട്ടും. എനിക്കൊരു അബദ്ധം പറ്റി, ടൈപ്പ് ചെയ്തപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് ഞാൻ ഇട്ടു, അത് അഡ്ജക്റ്റീവ് അല്ല, അതെന്താണ്, അഡ്വേർബാണ് കേട്ടോ, കീൻലി ആണത്. അപ്പോൾ അഡ്വേർബാണ്, ജെ മാറ്റി ഞാനൊന്ന് വീട്ടേക്കാം കേട്ടോ. യെസ്, അപ്പോൾ അഡ്വേർബാണത്. പറഞ്ഞു വരുന്നതാണ്, കീൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവാണ്, അതിലൊരു മാറ്റമില്ല, പക്ഷേ കീൻലി ഈസ് അഡ്വേർബ്. അപ്പോൾ എൽവ ഇട്ട് കൊടുത്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഡ്ജക്റ്റീവിനോട് എൽവ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അഡ്വേർബ് കിട്ടും. കീൻ എന്ന് പറയുന്ന ഇഗർലി, enthusiastically, enthusiastic, അതിൻ്റെ കൂടെ എൽവ ഇട്ട് കൊടുക്കണേ, enthusiastically, intensely. ഓക്കെ, അതാണ് കീൻലി എന്ന വാക്കിൻ്റെ അർത്ഥം. കോമൺ വാക്കാണ്, എൽവ ഇട്ട് കൊടുത്തുന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അടുത്ത വാൻറ്റേജ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കല്ല. വിൻറ്റേജ് എന്ന് കേട്ടില്ല, ഇതൊരു വിൻറ്റേജ് കാറാണ്, കേട്ടില്ല, ഇറ്റ്സ് എ വിൻറ്റേജ് കാർ. കൊള്ളാലോ, കാറ് കൊള്ളാലോ, ഇറ്റ്സ് വിൻറ്റേജ്, ഇത് വിൻറ്റേജ് ആണ് എന്ന് പറയുന്നേക്കാം. വാൻറ്റേജ് കേട്ടുണ്ടോ, വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വ്യൂ പോയിന്റ്, എൻ്റെ ചിന്താഗതി, എൻ്റെ പെർസെപ്ഷൻ, മൈ ഒപ്പീനിയൻ, മൈ ഔട്ട്ലുക്ക്, മൈ സ്റ്റാൻസ് എന്നുള്ള അർത്ഥം. വ്യൂ പോയിന്റ്, പെർസെപ്ഷൻ, സ്റ്റാൻസ്, കേട്ടോ, ഓർത്തോണം കേട്ടോ, ഓരോ ഇതും ഓർത്ത് വെച്ചോണം. വ്യൂ പോയിന്റ് അല്ലെങ്കിൽ പെർസെപ്ഷൻ, ഔട്ട്ലുക്ക്, ഒപ്പീനിയൻ, സ്റ്റാൻസ് എന്നൊക്കെയാണ് വാൻറ്റേജ് എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് വിൻറ്റേജ് അറിയാം, വിൻറ്റേജ് എന്ന് അറിയില്ല, വിൻറ്റേജ് കാറൊക്കെ പറയില്ല. ഇപ്പോൾ എന്താ വിൻറ്റേജ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒരു പ്രത്യേകിച്ച് ഒരു എറർ അല്ലെങ്കിൽ പിന്നെ ഒരു എറയിലുള്ളതാണ്, പഴയ ഒരു കാലഘട്ടം പറയില്ല, അതിനെയാണ് വിൻറ്റേജ് എന്ന് പറയാം കേട്ടോ, ഓർത്തോണം. പിന്നെ ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ നമ്മൾ പറയും വിൻറ്റേജ് ആണ്, ഇത് വിൻറ്റേജ് ആണ്, ഇറ്റ്സ് അടിപൊളിയാണ്, പ്രൈം ഹൈ ക്വാളിറ്റി സാധനമാണെങ്കിൽ വിൻറ്റേജ് എന്നൊക്കെ പറയാം നമുക്ക്. അടുത്തത് ഡിക്ലൈൻ, ഇന്നലെ പഠിച്ചത് തന്നെയാണ്. ഡിക്ലൈൻ നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കും. ഡ്രോപ്പ്, ഡിക്രീസ് എന്നൊക്കെ പറയും. ഡിക്ലൈൻ ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റഷ്യൻ അതുപോലെ തന്നെ ബെർസുലിയൻ പ്ലെയേഴ്സിനെ എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു, അവരെ റിജക്റ്റ് ചെയ്തു ഫ്രം ടെന്നീസ് ടൂർണമെൻറ്റ്. അതിനെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് കാണാൻ പോകുന്നത്, നിങ്ങൾ ഇന്ന് കാണുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആ ആർട്ടിക്കിൾ നമ്മൾ വായിക്കുന്നില്ല. അടുത്ത ഭാഗ്യം ഓസ്ട്രസൈസ്. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു, സ്പോർട്സിൽ നിന്ന് ഓസ്ട്രസൈസ് ചെയ്തു എന്ന് പറഞ്ഞു. ഓസ്ട്രസൈസ് ചെയ്യുക മീൻസ് എക്സ്ക്ലൂഡ് ചെയ്യുക, വേർബാണ്. എക്സ്ക്ലൂഡ് ചെയ്യുക, ഷൻ ചെയ്യുക, സ്പോൺ ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, സെയിം സാധനം. ഡിക്ലൈൻ ചെയ്യുക എന്നുള്ള അർത്ഥം തന്നെയാണ്. എക്സ്ക്ലൂഡ് ചെയ്യുക, ഒഴിവാക്കുക, അതിനെയാണ് ഓസ്ട്രസൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓസ്ട്രസൈസ് ഓർത്തോണം കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നോക്കാതെ. ഓക്കെ, his advice appeared to be disinterested. His disinterested nature made him everyone's favorite. Correct ആണ്. Great. Disinterested taste in anything cannot make you a veteran. Yeah, all right. സത്യം, അങ്ങനെയുള്ളത് ഇനി എക്സ്പീരിയൻസ്ഡ് ആളാവില്ല. യെസ്, മൂവി കാണുന്നതിലും നല്ലതാണ് എനിക്ക് തോന്നാറുണ്ട്. ആനിമൽ പ്ലാനറ്റ്, ഡിസ്കവറി, ഫോക്സ് ഫോർ ലൈഫ് ഒക്കെ കണ്ടാൽ കുറച്ചുകൂടി ഇംഗ്ലീഷ് മനസ്സിലാവും. നോർമൽ യൂസേജസ് അല്ലേ. ഓക്കെ, മൂവി കാണുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ഓഫ് കോഴ്സ് രേവതി, ഐ റെസ്പെക്ട് യു ഫോർ ദാറ്റ്. നല്ല കാര്യം. ചിലർക്ക് ഇഷ്ടം അനുസരിച്ച് ന്യൂസ് ചാനൽ കാണാൻ ഇഷ്ടമുള്ളവർ ന്യൂസ് ചാനൽ കാണാം കേട്ടോ. ആനിമൽ പ്ലാനറ്റ് നല്ലതാണ്, നാഷണൽ ജോഗ്രഫി കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതെല്ലാത്തിലെയും ഉള്ള നറേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. അത് നോക്കാം, ഡിസ്കവറി ചാനൽ നോക്കാം, ഫോക്സ് ലൈഫ് നോക്കാം, അതൊക്കെ നിങ്ങൾ നോക്കി കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ചാനൽസ് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സെറ്റ് ആവും എന്ന് തോന്നുന്നെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ഫോർ ദാറ്റ് കേട്ടോ. മൂവി എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഞാനൊരു മൂവിയുടെ ആളാണ്. ഐ ലവ് മൂവീസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ ചോദിച്ചാൽ മൂവിയാന്ന് ഞാൻ പറയും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂവീസ്. എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ ഏറ്റവും ഇഷ്ടം മൂവീസാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനോട് ഇത് ചെയ്യുന്നത്. അപ്പോൾ യു ക്യാൻ ചൂസ് അക്കോർഡിംഗ്ലി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. യെസ്, എ ഫോൺ കോൾ വിൽ സഫിസ് ടു സോൾവ് ദി പ്രോബ്ലം. ഓക്കെ, ഗ്രേറ്റ്. Aspirants are keenly waiting to publish LDC, LGS results as at the earliest. Yes, great. She's a keen observer of others. Great. There is a suffice fuel in... there is a suffice fuel എന്ന് പറയില്ല. സഫിസ് വേർബ് അല്ലേ, അപ്പം എങ്ങനെയാ സഫിസ് എന്ന് പറയാന്ന് ഇതു? അവിടെ തെറ്റില്ലേ? മനസ്സിലായോ? ഫ്യൂവൽ ഇസ് സഫിസ് ഇൻ എ കാർ എന്ന് കൊടുത്തു. ഫ്യൂവൽ ഇസ് സഫിസ് ഇൻ എ കാർ ടു റീച്ച് ദാറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയും. ഫ്യൂവൽ ഇസ് സഫിസ്. മനസ്സിലായോ? ഇസ് സഫിസ്ഡ് അല്ലെങ്കിൽ
ഫ്യൂൽ സഫിസ് മനസ്സിലായോ, ആവശ്യത്തിനുണ്ട് ഫ്യൂൽ സഫിസ് എന്ന് പറഞ്ഞാൽ. ഫ്യൂൽ വിൽ സഫിസ് ഇൻ ആ കാർ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്, അങ്ങനെ കൊടുക്കുക. വേർബായിട്ട് ഉപയോഗിക്കാനുള്ള സഫിസിനെ ഒരിക്കലും നൗണായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ദെയർ ഓൺ വാൻറ്റേജ് ഓൺ പൊളിറ്റിക്സ്. അല്ല, ദെയർ ഓൺ അല്ല, ഈച്ച് ഇൻഡിവിജ്വൽ അല്ലേ, അപ്പം ഇത് കൊടുക്കണം ഹിസ് ഓൺ കേട്ടോ. ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ഹിസ് ഓൺ വാൻറ്റേജ് ഓൺ പൊളിറ്റിക്സ്. ആദ്യത്തെ തെറ്റാണ് കേട്ടോ, ദെയർ പറഞ്ഞാൽ വളരെ തെറ്റാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, ശ്രദ്ധിച്ചോണം. അവനവന്, ഈച്ച് ഓരോ ഇൻഡിവിജ്വലിനും അവനവൻ്റെ വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് കൊടുക്കുക കേട്ടോ. ഷീ ഓസ്ട്രസൈസ് ഹിസ് പ്രപ്പോസൽ. ഓസ്ട്രസൈസ് അല്ല വിനു, ഷീ സിംഗുലർ ആകുമ്പോൾ ഓസ്ട്രസൈസസ് കൊടുക്കുക, അല്ലെങ്കിൽ ഷീ ഓസ്ട്രസൈസ്ഡ് എന്ന വേർബ് കൊടുക്കുക, പാസ്റ്റ് ടെൻസ് കൊടുക്കുക. ഹി ഹാസ് എ കറക്റ്റ് വാൻറ്റേജ് അബൌട്ട് ദ ടോപ്പിക്, കറക്റ്റ് വ്യൂ പോയിന്റ്. ഓക്കെ. പേരൻസ് ആർ കീൻലി വെയിറ്റിംഗ് ഫോർ ദ ഡോട്ടേഴ്സ് മാരേജ്. ഓക്കെ. Due to Russia-Ukraine war, the Western countries ostracized Russia from their trade partnerships. Yes. After her arrest, she was ostracized by her neighbors. Okay. Yeah. Okay. Neighborന് ഒരു UR ഉണ്ട് കേട്ടോ. ഇത് അമേരിക്കൻ സ്പെല്ലിംഗ് ആണ്, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അതുപോലെ Z വരുന്നതും അമേരിക്കൻ സ്പെല്ലിംഗ് ആണ്, S വരുന്നത് ബ്രിട്ടീഷ് സ്പെല്ലിംഗ് ആണ് കേട്ടോ. വാൻറ്റേജ് വ്യൂ പോയിന്റ് ആണ്. ആണ് വാൻറ്റേജ് വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ സെൻറ്റൻസ് നോക്കുമ്പോൾ വാൻറ്റേജ് പോയിന്റ് എന്ന് കൊടുക്കണോ വാൻറ്റേജ് എന്ന് മതിയോ? വാൻറ്റേജ് പോയിന്റ് എന്ന് കൊടുത്തേക്കുന്നുണ്ട്, ഇന്നത്തെ സെൻറ്റൻസിൽ വാൻറ്റേജ് പോയിന്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതല്ലേ നിധി ചോദിച്ചേക്കുന്നത്? നിധി അതെന്താണെന്ന് വെച്ചാൽ വാൻറ്റേജ് പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ പോയിന്റ് നൗൺ ആയിട്ട് വാൻറ്റേജ് എന്താണ് മറ്റേ അഡ്ജക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ. വാൻറ്റേജ് പോയിന്റ് എന്ന് കൊടുക്കണമെന്നല്ല, വാൻറ്റേജ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ് കേട്ടോ. അത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലരങ്ങനെ കൊടുക്കുമല്ലോ, ഒരു നൗണും ഒരു അഡ്ജക്റ്റീവായിട്ട് രണ്ടായിട്ട് കൊടുക്കും, അതിൽ കുഴപ്പമില്ല കേട്ടോ. വാൻറ്റേജിന് മാത്രം കൊടുത്താൽ മതി. മേ ബി ദ ഫ്യൂൽ പ്രൈസ് വിൽ ഡിക്ലൈൻ ഓൺ നെക്സ്റ്റ് വീക്ക്. ഓൺ നെക്സ്റ്റ് വീക്ക് അല്ല, മേ ബി ദ ഫ്യൂൽ പ്രൈസസ് വിൽ ഡിക്ലൈൻ നെക്സ്റ്റ് വീക്ക്. ഓൺ നെക്സ്റ്റ് വീക്കും അല്ല. നെക്സ്റ്റ് വീക്ക് ഇസ് ഒരു അഡ്വർബൽ എക്സ്പ്രഷൻ ആണ്, അതിൻ്റെ കൂടെ ഓൺ കൊടുക്കരുത്, പ്രിപ്പോസിഷൻ കൊടുക്കരുത്, തെറ്റാണ്. ഓക്കെ. ടൈപ്പിംഗ് എറർ ആണോ? എന്നാൽ ഇറ്റ്സ് ഓക്കെ എനിത്തി. ഓക്കെ. അടുത്തിലോട്ട് പോവാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റ്. അൺപ്രസിഡന്റഡ്. നമ്മൾ എപ്പോഴും പറയുന്നു അൺപ്രസിഡന്റഡ് ആക്ഷൻസ്. അൺമാച്ച്ഡ്, അൺപാരൽഡ്, അൺഈക്വൽഡ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അൺമാച്ച്ഡ്, അൺപ്രസിഡന്റഡ് എന്ന് പറഞ്ഞാൽ അൺമാച്ച്ഡ്. അതിനെ വേണ്ടി തുലനം ചെയ്യാൻ വേറെ ഒന്നുമില്ല എന്ന് പറയാം. അതിനെ പാരൽ ചെയ്യാൻ വേറെ ഒന്നുമില്ല, ഇക്വേറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, അതിനെ മാച്ച് ചെയ്യാൻ വേറെ ഒന്നുമില്ല അല്ലേ? അത്. അടുത്തത് ട്രാൻസെൻഡ് ചെയ്യുക. ട്രാൻസെൻഡ് ചെയ്യുക മീൻസ് എ വേർബാണ്. ഗോ ബിയോണ്ട് അല്ലെങ്കിൽ സർപാസ് ചെയ്യുക, എക്സൽ ചെയ്യുക എന്നാണ് ട്രാൻസെൻഡ് ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം. ട്രാൻസെൻഡ് ഇസ് എ വേർബ്, ഗോ ബിയോണ്ട്, സർപാസ്, എക്സൽ എന്നൊക്കെ അർത്ഥം. അടുത്തത് യൂണിലാറ്ററലി. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. യൂണിലാറ്ററലി ഈസ് അഡ്വേർബ്. അഡ്വേർബ് വരുമ്പോൾ വൺ സൈഡഡ്ലി, ഇൻഡിപെൻഡൻ്റ്ലി, സോൾലി. ഒരാളുടെ തീരുമാനം, ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള തീരുമാനം, അതിനെയാണ് യൂണിലാറ്ററൽ അപ്രോച്ച് എന്ന് നമ്മൾ പറയാറ് അല്ലേ? അടുത്തത് അലോഫ്റ്റ്. അലോഫ്റ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം, അഡ്വേർബായിട്ട് ഉപയോഗിക്കാം. ഹൈ, ഓവർ ഹെഡ്, മുകളിൽ എന്നൊക്കെ പറയാം. അപ്പ്, അബവ് എന്നൊക്കെ അർത്ഥം അലോഫ്റ്റ്. ലോഫ്റ്റി മൗണ്ടൻസ് ഒക്കെ കേട്ടില്ലേ? ലോഫ്റ്റി എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ? സബ്ലിം, അങ്ങ് ഉച്ചിയിൽ എന്നൊക്കെ പറയും, അതാണ് ലോഫ്റ്റി. അഡ്ജക്റ്റീവായിട്ട് പറയും സാധനം. അതിന് അലോഫ്റ്റ് അഡ്ജക്റ്റീവായിട്ടും അഡ്വേർബായിട്ടും ഉപയോഗിക്കാം. അടുത്തത് എസ്പൗസ്. എസ്പൗസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അഡോപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക അല്ലേ? അതിനങ്ങ് സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എംബ്രേസ് ചെയ്യുക അല്ലെങ്കിൽ ടേക്കപ്പ് ചെയ്യുക, ദാറ്റ് ഈസ് എസ്പൗസ്. പറഞ്ഞിട്ടുണ്ട് ഞാൻ എസ്പൗസ് അഡോപ്റ്റിൻ്റെ മീനിങ് ആയിട്ട്. ഇപ്പോൾ എസ്പൗസ് പഠിക്കുന്നു, അഡോപ്റ്റ് മീനിങ് ആയിട്ട്. ഓക്കെ. അടുത്തത് പ്രസിഡൻറ്റ്. അൺപ്രസിഡൻറ്റഡ് കണ്ടോ? അൺപാരലൽഡ്, അൺഈക്വൽഡ് പറഞ്ഞില്ലേ? എന്നാൽ പ്രസിഡൻറ്റ് കണ്ടോ? അപ്പം ഞാനൊന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പോലത്തെ പ്രസിഡന്റ് അല്ല. ഈ പ്രസിഡന്റ് ഈസ് എക്സാമ്പിൾ, മോഡൽ, പാറ്റേൺ എന്നൊക്കെ അർത്ഥം. ഇറ്റ്സ് എ നൗൺ. പ്രസിഡന്റ് ഇസ് എ നൗൺ, മോഡൽ, എക്സാമ്പിൾ, പാറ്റേൺ എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോളാം കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഇതിലുള്ളതിൽ അലോഫ്റ്റ് മാത്രമാണെന്ന് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാത്തുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്. ഈ അടുത്തിടയ്ക്ക് തന്നെ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. യെസ്. After filling fuel, my bike always told me, no suffices food and no suffices food. ഒരു പ്രശ്നമുണ്ടല്ലോ. ആഫ്റ്റർ ഫില്ലിംഗ് ഫ്യൂവൽ ബൈക്ക് എന്നോട് എപ്പോഴും പറഞ്ഞു എപ്പോഴും പറയും എന്നല്ലേ? അപ്പോൾ ഓൾവേസ് ടെൽ മീ, ഓൾവേസ് മൈ ബൈക്ക് ഓൾവേസ് ടെൽസ് മീ, എന്നോട് പറഞ്ഞു ടെൽസ് മീ. നോ സഫിസസ്, പിന്നെയും നീ തെറ്റിച്ചില്ലേ? ആ സഫിസ് എന്ന് പറയുമ്പോൾ അത് നൗണായിട്ട് ഇപ്പോൾ നീ ഉപയോഗിച്ചിരിക്കുന്നത്. നൗൺ അല്ല, അത് വേർബാ. സഫിസ് ഇസ് എ വേർബ്. അവിടെ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ തെറ്റാ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയണം. ബൈക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് സഫിസസ് ഫോർ നോ ഫുഡ്, ഇറ്റ് സഫിസസ് ഫോർ നോ ഫുഡ് എന്ന് പറയണം. ഇറ്റ് സഫിസസ് ഫോർ നോ ഫുഡ് എന്ന് കൊടുക്കണം കേട്ടോ. ഐ എം സഫിസ് വിത്ത് യുവർ ഗ്രേറ്റസ്റ്റ് ഫീസ്റ്റ്. ഓക്കെ. അത് പറയാം, കാരണം അവിടെ പാസീവായിട്ട് വെച്ചേക്കുവാണ് അല്ലേ? ഓൾ റൈറ്റ്. അല്ലെങ്കിൽ അപ്പോൾ അത് ആക്റ്റീവായിട്ട് വരുമ്പോൾ എന്താണ്? യുവർ ഗ്രേറ്റ് ഫീസ്റ്റ് സഫിസസ് മീ അല്ലെ? സഫിസസ് മീ, അതാണ് അതിൻ്റെ ആക്റ്റീവ് വോയിസ്. ഇത് പാസീവ് വോയിസിലാണ് കാർത്തിക കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഹിസ് ആക്ഷൻസ് ആർ അൺപ്രസിഡന്റഡ് ഇൻ നേച്ചർ. യെസ്.
Keenly doing your work can be completed within no time. Okay. Keenly doing your work can be completed. അതിൻ്റെ മീനിങ് തെറ്റിപ്പോയല്ലോ. Keenly doing your work can be completed. അല്ല, keenly doing your work can bring something like that. അങ്ങനെയല്ലേ പോകുന്നത്. ഇതിൽ കോണ്ടെക്സ്റ്റുവലി തെറ്റിപ്പോയി. ഗ്രാമാറ്റിക്കലി നമുക്ക് പ്രശ്നം തോന്നില്ല, പക്ഷേ കോണ്ടെക്സ്റ്റുവലി അതിൻ്റെ യൂസേജ് മാറിപ്പോയി. കീനായിട്ടൊരു വർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ആക്കാൻ സഹായിക്കുമെന്നാണോ? അത് തെറ്റാണ്. കീൻലി ഡൂയിങ് യുവർ വർക്ക് ക്യാൻ മേക്ക് യു, അതായത് കൃത്യമായിട്ട് ഒബ്സർവിംഗ് ആയിട്ട് നീ ഒരു വർക്ക് ചെയ്താൽ സംതിങ്, അതിൻ്റെ മീനിങ് വേറെയാണ്, കോണ്ടെക്സ്റ്റുവലി സെറ്റ് അല്ലാതെ. ഒന്ന് ശ്രദ്ധിക്കണേ കാർത്തിക. ഗേൾ ഇസ് ഓസ്ട്രസൈസ് ഫ്രം കോളേജ് ബിക്കോസ് ഹി ബുള്ളീഡ് ഹിസ് ജൂനിയർ. ഓക്കെ. വാൻറ്റേജ് ഓഫ് എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ. യെസ് ഇറ്റ് ഈസ് അല്ലേ. കട്ട് അക്രോസ് ട്രാൻസെൻഡ്. യെസ്, കട്ട് അക്രോസ് അത് തന്നെ. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു കട്ട് അക്രോസ്, അത് ഇത് തന്നെയാണ് കേട്ടോ. ഇന്നലെ പറഞ്ഞില്ല, ഇന്നലെയാന്ന് തോന്നുന്നല്ലേ കട്ട് അക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഫ്രേസൽ വെർബ്. A sudden decline. ഡിക്ലൈൻ്റെ സ്പെല്ലിംഗ് നോക്കി കാർത്തിക. ഡിക്ലൈൻ, CLINE, decline in the GDP baffled the entire nation. Drop. The unprecedented beauty of Taj Mahal attracts tourists from all over the world. Yes. The unparalleled, the unmatched. The teacher explained the topic with precedent. Example. The judgment set a new precedent. Example. All right. Can be done with no time. Correct ആണോ? നോക്കട്ടെ. Keenly doing your work can be done. അല്ലല്ല, അതല്ല അവിടുത്തെ പ്രശ്നം, അതല്ല. Keenly doing your work, കൃത്യമായിട്ട് ഡൂയിങ് യുവർ വർക്ക്, അതല്ല പ്രശ്നം. എന്നറിയോ, ഞാൻ പറഞ്ഞുതരാം, ആ സെൻറ്റൻസ് ഒന്ന് തിരുത്തരാം. ഡൂയിങ് യുവർ വർക്ക് കീൻലി. കീൻലി എന്ന് പറയുന്നത് അഡ്വേർബ് ആണ്. ബട്ട് ഈ അഡ്വേർബ് നമുക്ക് കീൻലി ഡൂയിങ് യുവർ വർക്ക് എന്ന് പറഞ്ഞ തുടക്കത്തിൽ ഇട്ട് കൊടുക്കരുത്. ഡൂയിങ് യുവർ വർക്ക് അവിടെ ജെറണ്ടായിട്ട് വരുന്ന, നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഡൂയിങ് ആണ്. ഇങ്ങനെ വരണം. ഡൂയിങ് യുവർ വർക്ക് കീൻലി, കൃത്യമായിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്യുക. ക്യാൻ ബ്രിങ് യു സക്സസ് എന്ന് കൊടുത്തു. കാരണം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിന് പിന്നെ നോ ടൈമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടെക്സ്റ്റുവലി തെറ്റാ. ഇങ്ങനെ വിളിക്കുക, കീൻലി ഡൂയിങ് യുവർ വർക്ക്, അല്ലെങ്കിൽ ഡൂയിങ് യുവർ വർക്ക് കീൻലി ക്യാൻ ബ്രിങ് യു സക്സസ്. അങ്ങനെ കൊണ്ടുവരാം കേട്ടോ കാർത്തിക. അതായത് കോണ്ടെക്സ്റ്റുവൽ പ്രശ്നമാണ് അതിന്, അല്ലാതെ ഗ്രാമാറ്റിക്കൽ പ്രശ്നമല്ല. ഓക്കെ. The parents espoused a child adopted. Okay. Our mentor explained more precedents in class. Okay. Some party peoples നമ്മൾ പറയില്ല, തെറ്റിയില്ലേ, പീപ്പിൾസ് പറയില്ല. some party people അതാണ് ഉദ്ദേശിച്ചത്. some parties people പറയില്ല, some party, ചില പാർട്ടികളുടെ people, some parties people are saying that Modi's government are president to other nations. ആറല്ല, Modi's government is singular അല്ലേ, is president, example to other nations. അങ്ങനെ കേട്ടോ. The childless couple espouses. കപ്പിൾ സിംഗുലറാ. കപ്പിൾ സിംഗുലർ, കപ്പിൾസ് ഉണ്ട്. കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് പേരുള്ള ഒരു പെയറിനെ കപ്പിൾ എന്ന് പറയും അല്ലേ. പെയർ എന്ന് പറഞ്ഞാൽ നോക്കിയേ, പെയർ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ, പെയേഴ്സ് അല്ലേ രണ്ട്. അപ്പം കപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ പെയേഴ്സ് ഇട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ കപ്പിൾസ് ഇട്ട് കൊടുത്താലാണ് 4 പേര് വരുന്നത് അല്ലേ, 4 പേരാവുന്നത്. അതായത് രണ്ട് പേരുടെ ഒന്നിനെ പെയർ എന്ന് പറയും, 2 പേരുടെ ഒന്നിനെ കപ്പിൾ എന്ന് പറയും. അപ്പോൾ 2 പേരുടെ 2 എണ്ണം, അതായത് 4 എണ്ണങ്ങൾ വരുമ്പോഴാണ് പെയേഴ്സ് വരിക. അങ്ങനെ വരുമ്പോഴാണ് കപ്പിൾസ്. അപ്പോൾ പെയേഴ്സിൻ്റെ കൂടെ, പെയറിൻ്റെ കൂടെ അല്ലെങ്കിൽ കപ്പിളിൻ്റെ കൂടെ ഈ പ്ലൂറൽ ഇട്ട് കൊടുക്കരുതേ, അത് തെറ്റുവേ. അപ്പോൾ എന്ത് കൊടുക്കണം? The childless couple espouses a girl child, അല്ലെങ്കിൽ espoused a girl child. My father is my president of my life. Okay. My model. Okay. You should espouse with the circumstances. You should adopt with ആണോ? അത് അഡാപ്റ്റ് അല്ലേ ചിപ്പി? അവിടെ തെറ്റിപ്പോയല്ലോ, അവിടെ വേർബ് തെറ്റിപ്പോയി. എസ്പൗസ് അല്ല, യു ഷുഡ് അഡാപ്റ്റ് വിത്ത് അല്ലേ, അതാണ് അഡാപ്റ്റ്. ഇവിടെ അഡോപ്റ്റ് തെറ്റാ, അത് തെറ്റാട്ടോ. അഡാപ്റ്റും അഡോപ്റ്റ് രണ്ടാണ്. The flag was flying aloft. Great. Nowadays, many countries, including India, turn unilateral stands among sensitive issues and they espouse an ancient president. Okay, great. Espoused വേണം. Yes. The women must be unilateral. Okay. All right. The principal is the aloft of school. ഇല്ലില്ല, ദ അലോഫ്റ്റ് പറയില്ല. ദ അലോഫ്റ്റ് വിദ്യ, ദ എന്ന് പറയണമെങ്കിൽ നൗൺ ആവണം. ഇത് നൗൺ അല്ലല്ലോ, അഡ്ജക്റ്റീവ് ആൻഡ് അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം അലോഫ്റ്റ്. അപ്പോൾ ദ അലോഫ്റ്റ് പറയില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ദ പ്രിൻസിപ്പൽ ഈസ് ദി അലോഫ്റ്റ് പേഴ്സൺ ഓഫ് ദ സ്കൂൾ കൊടുത്തു അല്ലേ, അങ്ങനെ കൊടുക്കാം. ദ ജഡ്ജ്മെന്റ് സെറ്റ് എ ന്യൂ പ്രസിഡന്റ്. യെസ്, ഗ്രേറ്റ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ അടുത്ത ആർട്ടിക്കിളിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സെക്കൻഡ് ബാച്ച് വരുന്നതായി ഞാൻ പറഞ്ഞു.
ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ ക്ലാസ് 4 മണിക്കാണ്. ഞാനാണ് ആദ്യത്തെ ക്ലാസ് ഇംഗ്ലീഷ് നൗൺസ്. അപ്പോൾ ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യൂ. നമ്മളിനി 4.5 മാസം 5 മാസം കൊണ്ട് നമ്മൾ പഠിച്ചു പോകണം എക്സാമിന് വേണ്ടി. ഓഗസ്റ്റിലായിരിക്കും എക്സാം വരാൻ പോകുന്നത്. വാസ്റ്റ് സിലബസ് ആണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അവസാനത്തേക്ക് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അത് ഓർത്തോണം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ബാച്ച് ആണ് 27-ാം തീയതി, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. 4 മണിക്ക് ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക. കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ഉപയോഗിക്കാൻ 15% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഇന്റർവ്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 30-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ 9 മണി മുതൽ 10 മണി വരെയുള്ള 10 സെഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു 1-on-1 മോക്ക് ഇന്റർവ്യൂ സെഷൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇനി ജോയിൻ ചെയ്യുക. സെലക്ടഡ് ലിസ്റ്റിലുള്ള, സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളവർ, ഷോർട്ട് ലിസ്റ്റഡ് ആയ എല്ലാവരും പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഈ ജോലി കിട്ടിയാൽ രക്ഷപ്പെട്ടു കേട്ടോ, പറഞ്ഞേക്കാം. വേക്കൻസി 55 ആണ്, പക്ഷെ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും താമസപ്പെട്ടെ, നമ്മുടെ വൊക്കാബൊക്കെ മനസ്സിലായെങ്കിൽ എല്ലാവരും ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടം, സ്നേഹം അല്ലേ, ഇച്ചിരി സ്നേഹം ഒന്ന് കാണിച്ചേ. ഓക്കെ, യെസ്. He carries a pickaxe in his left hand and holds a lighted torch aloft in his right. Great. Okay, great. അത് കൊള്ളാം. ആരെ പറ്റി? റിപ്പറിനെ പറ്റിയാണ് പറയുന്നത്. റിപ്പർ പക്ഷെ പിക്കാക്സ് അല്ലേ കൊണ്ടു നടക്കുന്നതല്ലേ, തലക്കെട്ടടിക്കാൻ വേറെ എന്തോ സാധനം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ആർട്ടിക്കിളിലോട്ട് പോവാം. ബൈങ് ഫ്രീ സ്പീച്ച്, നമ്മുടെ എലൻ മസ്കിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് വായിച്ചുവിടാം. സിമ്പിളാണ്. ഫ്രീ സ്പീച്ചിനെ പറ്റിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന വളരെ സിമ്പിൾ റീഡാണ്. രണ്ടും അതെ. ഇന്നത്തെ വായിച്ചു നോക്കാം. മസ്റ്റ് ഷുഡ് നോട്ട് ഡു അവേ വിത്ത് സേഫ് ഗാർഡ്സ് ട്വിറ്റർ ഹാഡ് ബിൽഡ് അഗൈൻസ്റ്റ് ഹേറ്റ് സ്പീച്ച്. നമുക്കറിയാം, ട്വിറ്റർ പോലുള്ള ഒരുപാട് സോഷ്യൽ മാധ്യമങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹേറ്റ് സ്പീച്ച് വളരെ കൂടുതലാണ്. അപ്പം അവിടെ ട്വിറ്റർ ഇതുവരെയുള്ള ഇതിൽ ട്വിറ്റർ ഒരു ഹേറ്റ് സ്പീച്ചിനെതിരെ ഒരു ഒരു സേഫ് ഗാർഡ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ റിമൂവ് ചെയ്ത് കളയരുത് അല്ലേ. മസ്ക് ഷുഡ് നോട്ട്, ഒരു സജഷനാണ്. മസ്ക് ഷുഡ് നോട്ട് ഡു അവേ വിത്ത്, റിമൂവ് അല്ലെങ്കിൽ പുട്ട് ആൻ എൻഡ് ടു ദ സേഫ് ഗാർഡ്സ് ട്വിറ്റർ ഹാഡ് ബിൽഡ് അഗൈൻസ്റ്റ് ഹേറ്റ് സ്പീച്ച് കേട്ടോ. ട്വിറ്റർ ഓൾറെഡി ഒരു ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹേറ്റ് സ്പീച്ചിനെതിരെ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ഫോർട്രസ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ റിമൂവ് ചെയ്ത് കളയരുത് എന്നാണ് സജഷൻ. നമുക്ക് നോക്കാം. ആഫ്റ്റർ ബൈങ് ട്വിറ്റർ ഫോർ $44 billion, billionaire entrepreneur Elon Musk made a pitch for free speech. I hope that even my worst critics remain on Twitter, he tweeted, because that is what free speech means. He also likened Twitter to a digital town square where matters vital to the future of humanity are debated. The world's richest man talking about free speech and humanity's future after buying one of the most influential social media platforms seems to be okay. നോക്കാം. അപ്പോൾ അങ്ങനെ എലൻ മസ്ക് കഴിഞ്ഞ ദിവസം ട്വിറ്റർ വാങ്ങി. എത്ര രൂപയ്ക്കാ? $44 billion പുള്ളിക്കാരനത് മേടിച്ചത്. പുള്ളിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബില്യൺ ഓൺട്രപ്രോണർ ആണ്, റിച്ചസ്റ്റ് മാൻ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ലോകത്തിൽ റിച്ചസ്റ്റ് മാൻ എന്ന് പറയാം. അങ്ങേര് മുന്നോട്ട് വെക്കുന്ന സെയിൽസ് പിച്ച് ഫ്രീ സ്പീച്ചിനെ പറ്റിയാണ്. അപ്പോൾ അതിൽ അയാൾ പറഞ്ഞിങ്ങനെയാണ്, ഐ ഹോപ്പ് ദാറ്റ്, ഞാൻ ഹോപ്പ് ചെയ്യുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, എൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മോശമായ ക്രിട്ടിക്സ് ആയ ആൾക്കാർ ട്വിറ്ററിൽ തന്നെ റിമെയിൻ ചെയ്യട്ടെ എന്ന് അദ്ദേഹം പറയാണ്. അങ്ങനെ ട്വീറ്റ് ചെയ്തു. കാരണം എന്താ? അതാണ് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് അല്ലെ. അവിടെ തന്നെ നിൽക്കണം, എല്ലാവർക്കും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ. ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് തോട്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്താണെന്ന് അങ്ങേരുടെ ട്വീറ്റിലൂടെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു. കൊള്ളാം. അപ്പം അയാൾ എന്താ ചെയ്യുന്നത്? ഹീസ് കമ്പയറിങ് ട്വിറ്റർ, ലൈക്കൻ ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. ഹി കമ്പയർഡ്. അപ്പം അതിൻ്റെ കൂടെ അയാൾ കമ്പയർ ചെയ്തു, അല്ലെ ഇക്വേറ്റ് ചെയ്തു ട്വിറ്ററിനെ ഒരു ഡിജിറ്റൽ ടൗൺ സ്ക്വയർ ആയിട്ട്. അവിടെ എന്ന് വെച്ചാൽ അവിടെ ഒരു ഡിജിറ്റൽ ടൗൺ സ്ക്വയർ ആണ്. അതിൽ വൈറ്റൽ മാറ്റേഴ്സ്, എത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ മാറ്റേഴ്സ് ഉണ്ടോ, ഫ്യൂച്ചർ ഹ്യൂമാനിറ്റി ഡിബേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, മനുഷ്യർ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന, ആർഗ്യൂ ചെയ്യുന്ന ഏതൊക്കെ വൈറ്റൽ ടോപ്പിക്സ് ഉണ്ടോ അതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ഡിജിറ്റൽ ടൗൺ സ്ക്വയർ ആയിരിക്കണം ട്വിറ്റർ എന്ന രീതിയിലാണ് അയാളത് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ ഫ്രീ സ്പീച്ചിനെ പറ്റി സംസാരിക്കുവാണ് ആൻഡ് ഹ്യൂമാനിറ്റിയുടെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുവാണ്. എന്നതിന് ശേഷം ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഒന്നായ ട്വിറ്റർ, ഇതാണ് ട്വിറ്റർ, അത് മേടിച്ചതിന് ശേഷം അങ്ങേര് പറയണം, ആ പറയുന്ന സംസാരം, അങ്ങേരുടെ ഫ്രീ സ്പീച്ചിനെ പറ്റിയുള്ള ടോക്ക് സീംസ് ടു ബി ദ മോസ്റ്റ് പൊളിറ്റിക്കലി കറക്റ്റ് തിങ് ടു ഡു. അതാണ് ഏറ്റവും പൊളിറ്റിക്കലി കറക്റ്റ് തിങ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അതായിരുന്നു അങ്ങേര് ചെയ്യേണ്ടത്, അതായത് അങ്ങേര് ചെയ്തു. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട്. എന്താണ് ബട്ട്? ഇറ്റ് ഈസ് സർട്ടൻലി ഐറണിക് കൺസിഡറിങ് ദാറ്റ് ദ ബില്യണിയർ ബയർ
had no qualms over the years about using the social media platform to aggressively promote his business interests as well as block, and some may say even bully critics. But in saying what he has said, Mr. Musk has put the spotlight on what has been a sensitive issue for Twitter in recent years: its inability to convincingly come across as a platform where healthy conversations can take place. Often those indulging in hate speech and threatening violence have. അപ്പോൾ നമ്മുടെ എലൻ മസ്ക് പക്ഷേ അല്ലേ അത് സംഭവം നല്ല സെറ്റായിട്ട് നല്ല പറഞ്ഞു, അത് അടിപൊളിയായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. പുള്ളി നമ്മളൊന്ന് പ്രശംസിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഐറണി, അവിടെ ഒരു വൈരുദ്ധ്യമില്ലേ? ദർ ഇസ് എൻ ഐറണി കൺസിഡറിങ്. എന്ത് കൺസിഡർ ചെയ്യുമ്പോൾ, വിചാരിക്കുമ്പോൾ ഈ ബില്യണർ ബയർ ഒരു ഡൗട്ടും ഇല്ല, പുള്ളിക്ക് ഹാവ് നോ ഡൗട്ട്സ്, നോ കൺസേൺസ് ഓർ നോ ഡൗട്ട്സ്. പുള്ളിക്ക് ഒരു ഡൗട്ടുമില്ല, ഒരുപാട് വർഷമായിട്ട് ഒരു ഡൗട്ടും ഇല്ല. ഇതിനെ പറ്റിയാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളരെ അഗ്രസീവായിട്ട് അങ്ങനെ ഉപയോഗിക്കുകയാണ് ഫോർ പ്രൊമോട്ടിങ് ഹിസ് ബിസിനസ്. അങ്ങേരുടെ ബിസിനസ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അയാൾ സോഷ്യൽ മീഡിയ ബിസിനസ് ഇൻട്രസ്റ്റ് അയാൾ പ്രൊമോട്ട് ചെയ്യുന്നു യൂസിങ് സോഷ്യൽ മീഡിയ. ആൻഡ് അത് മാത്രമാണ് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, അല്ല ബ്ലോക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് അങ്ങേര് ഈവൻ ബുള്ളി ചെയ്യാറുണ്ട്, ടോർമെന്റ് ചെയ്യാറുണ്ട് ക്രിട്ടിക്സിനെ ബ്ലോക്ക് ചെയ്യാറുണ്ട്, ടോർമെന്റ് ചെയ്ത് വിടും, അങ്ങനെ നിലംപരിശാക്കി തന്നെ വിടാറുണ്ട് പുള്ളിക്കാരൻ. ഓക്കെ, ബട്ട് പുള്ളി പറഞ്ഞതനുസരിച്ച് പറയുകയാണെങ്കിൽ മസ്ക് പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങേര് ഹീസ് അട്രാക്ടിങ് ദ പീപ്പിളുടെ അട്രാക്ഷൻ അട്രാക്ട് ചെയ്യുകയാണ്. സ്പോട്ട്ലൈറ്റ് ഓൺ വാട്ട് ഈസ് എ സെൻസിറ്റീവ് ഇഷ്യൂ ഫോർ ട്വിറ്ററിന്റെ ഏറ്റവും സെൻസിറ്റീവ് ഇഷ്യൂ, ഇത്ര വർഷങ്ങളായിട്ട് ട്വിറ്ററിലെ ഏറ്റവും സെൻസിറ്റീവ് ഇഷ്യൂസിലേക്ക് അയാൾ ആൾക്കാരെ അട്രാക്ട് ചെയ്യാണ്, ആൾക്കാരെ എല്ലാവരും അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പുട്ട് എ സ്പോട്ട്ലൈറ്റ് ഓൺ. എന്താണത്? അതെന്ന് വെച്ചാൽ ട്വിറ്ററിന്റെ ഇന്നബിലിറ്റി, ഇത്ര നാളായിട്ട് ട്വിറ്ററിന് ഒരു ഇന്നബിലിറ്റി ഉണ്ടായിരുന്നു ടു കൺവിൻസിംഗ്ലി കം അക്രോസ് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പിയർ ആസ് അല്ലെ, അപ്പിയർ ചെയ്യാൻ ഓർ സീം ആസ്. ട്വിറ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു അണേബിൾ ആയിരുന്നു ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ട് മനുഷ്യരുടെ മുമ്പിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വെർ ഹെൽത്തി കോൺവെർസേഷൻ ടേക്സ് പ്ലേസ്. ട്വിറ്ററിൽ എന്താ നടക്കേണ്ടിയിരുന്നത്? ഹെൽത്തി കോൺവെർസേഷൻ ആണ് നടക്കേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇന്ന മന്ത്രി ഇന്നയാളെ ട്വീറ്റ് ചെയ്യുന്നു എന്ന് എപ്പോഴും നമ്മൾ കേൾക്കുന്നത്, ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്നതിനെ പറ്റി കേൾക്കുന്ന കേട്ടില്ലേ, ഇറലവൻ്റ് ആയ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കുത്താനും അങ്ങോട്ട് തിരിച്ചു കുത്താനും മറിച്ച് കുത്താനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. ആ സമയത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ നടക്കേണ്ട ഒരു ഏരിയ ആണ് ട്വിറ്റർ. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ നടക്കണം, ഡിബേറ്റ്സ് നടക്കണം ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ കൺട്രി, ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. അതാണ് നടക്കേണ്ടത്. എനിവേസ്, അത് നടക്കോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം അല്ലേ. പുള്ളിക്കാരൻ എന്തായാലും മേടിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം, കുറച്ച് നേരം ഒന്ന് സമയം കൊടുക്കാം. ലെറ്റ് us give him some time അല്ലേ. often those indulging in hate speech and threatening violence, ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, ഒരുപാട് പേര് ഹേറ്റ് സ്പീച്ചിൽ ഏർപ്പെടുന്നു, ത്രെറ്റനിങ് വയലൻസ് വരുന്നു ഇതിലൊക്കെ. ട്വിറ്ററിൽ മാത്രമല്ല, യു നോ ദാറ്റ് സോഷ്യൽ മീഡിയ മൊത്തം one full play on the platform. അതും കംപ്ലീറ്റ് fully engaged ആണ് until authorities put in a request for withholding the offensive tweets. ഇതുവരെ അഴിഞ്ഞാട്ടമാണല്ലേ, നിങ്ങൾക്ക് അറിയാലേ, ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ അഴിഞ്ഞാട്ടമാണ്. ഹെയ്റ്റ് സ്പീച്ചും ത്രെറ്റനിങ് വയലൻസുമായിട്ട് ഭയങ്കര അഴിഞ്ഞാട്ടമാണ്. എന്നിട്ട് അതോറിറ്റീസ് അതിൽ കയറി ഇടപെടണം, അവർ കയറി അതിന് എഫേർട്ട് ഏറ്റെടുക്കണം, പുട്ട് ഇൻ ദെയർ എഫേർട്ട്. എന്നിട്ട് റിക്വസ്റ്റ് ചെയ്യണം, ഇതൊന്ന് ഒഫൻസീവ് ട്വീറ്റുകൾ വിത്ത്ഹോൾഡ് ചെയ്യണം എന്ന്, തിരിച്ചെടുക്കണം, അതും തിരിച്ചു പിടിച്ചോണം, അതൊന്ന് എന്ത് ചെയ്യണം, സപ്രസ് ചെയ്യണമെന്ന് അതോറിറ്റീസ് വന്ന് അതിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് വരെ അവർ കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടും. അതാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഡിഡ് ടുവേർഡ് ദാറ്റ് ഗോൾ, from creating policies around abuse and disinformation to unleashing technology for spotting problematic content early, did little to change the perception. One need not even consider its move to permanently ban them. Then US President Donald Trump to make the point that it at times has come across as an interested player rather than a disinterested platform. Its inconsistencies labeling content as problematic would alone suffice. പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ ഈ ട്വിറ്ററിൻ്റെ ഏറ്റവും വലിയ ഗോൾ എന്ന് വെച്ചാൽ അതതിൻ്റെ ഗോളുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അബ്യൂസും, എന്തെങ്കിലും അബ്യൂസ്, നമ്മൾ എന്തായാലും അബ്യൂസ്, ഡ്രഗ് അബ്യൂസ് പോലെ ദുരുപയോഗം ഓർ ഡിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റായ ഇൻഫർമേഷൻ, ഫോൾസ് ഇൻഫർമേഷനാണ് ഡിസ്ഇൻഫർമേഷൻ എന്ന് പറയാം കേട്ടോ. ഫോൾസ് ഇൻഫർമേഷൻ നമ്മുടെ ടെക്നോളജിയെ അൺലീഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, ഒരു ഇതായിട്ട് എന്തെങ്കിലും അബ്യൂസോ അല്ലെങ്കിൽ ഡിസ്ഇൻഫർമേഷനോ കൊടുക്കുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾ ഇതെടുക്കും അല്ലേ. അപ്പോൾ അത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലമാറ്റിക് കണ്ടന്റ് നേരത്തെ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ ഉള്ളതിൽ വലിയ പ്രത്യേകിച്ചൊരു ചേഞ്ചും വരത്തില്ല. ഇറ്റ് ഡിഡ് ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിഡ് നത്തിങ് ടു ചേഞ്ച് ദ പെർസെപ്ഷൻ. മനുഷ്യൻ്റെ ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം പ്രത്യേകിച്ച് ഒന്നും ഇതുവരെ ട്വിറ്റർ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഒരാൾ എന്താ ചിന്തിക്കേണ്ടത്, ഒരാൾ ഒരിക്കലും ഇങ്ങനെ കാര്യം നീഡ് നോട്ട് ഈവൻ കൺസിഡർ, ഒരിക്കലും അങ്ങനെ കൺസിഡർ പോലും ചെയ്യാൻ പാടില്ല.
പെർമനൻ്റ്ലി നമുക്കൊരു ഇതിനെ ബാൻ ചെയ്യാൻ പറ്റില്ല, ഒരാളെ പെർമനൻ്റ്ലി ബാൻ ചെയ്ത് കളയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ അന്നത്തെ US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ പോയിന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെയാണ്, ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വി കം അക്രോസ്, നമ്മൾ ആക്സിഡന്റ് അവിചാരിതമായിട്ട് കണ്ടുമുട്ടും, ഒരു ഇൻട്രസ്റ്റഡ് പ്ലെയറിനെ കണ്ടുമുട്ടും, റാദർ ദാൻ ഡിസ്ഇൻട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം. വളരെ ഡിസ്ഇൻട്രസ്റ്റഡ് ആയ ഇമ്പാർഷ്യൽ ആയ ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ന് വിചാരിക്കരുത് നമ്മൾ ഒരിക്കലും. അങ്ങനെയൊന്നുമില്ല. ചില ചായ്വ്, ഇന്നോടുള്ള പൊളിറ്റിക്കൽ ചായ്വ് കൂടിയ ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ഏരിയ ആണ്. പൊളിറ്റിക്സ് ഇസ് ഓൾ അബൌട്ട് ദാറ്റ്, സോഷ്യൽ മീഡിയ ഇസ് ഓൾ അബൌട്ട് ദാറ്റ്, അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെതായ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടാവും ഇൻ ലേബലിംഗ് കണ്ടന്റ് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, എസൻസ് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അത് മാത്രം മതിയല്ലോ ഇറ്റ് സഫിക്സ് ചെയ്യാൻ, അതിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. അപ്പോൾ ഇനി എന്താണ് ബാക്കി എന്ന് നോക്കാം. വാട്ട് മിസ്റ്റർ മസ്ക് does next towards promoting free speech on the platform would be keenly watched. The first challenge to this is the fact that free speech is understood differently by people belonging to different political ideologies. But Mr. Musk is all for a light touch in moderating content. CNN quoted him as saying in a recent TED conference that, "If in doubt, let the speech exist." He added, "If it's a gray area, I would say let the tweet exist. But obviously, in the case where there is perhaps a lot of controversy, you would not necessarily want to promote the tweet." He is also in favor. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, ഇനി അപ്പം നടന്നു ട്വിറ്ററിലെ പഴയ ചരിത്രം ഇസ് പാസ്റ്റ് ആണ്. ഇനി മസ്ക് എന്ത് ചെയ്യും, മസ്കിനെ അടുത്ത് ഫ്രീ സ്പീച്ച് പ്രൊമോട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് എല്ലാവരും ലോകം മൊത്തം നോക്കിക്കാണാണ്. ഇറ്റ്സ് കീൻലി വാച്ച്ഡ്, എല്ലാവരും കൃത്യമായിട്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മുൻപിലുള്ള ആദ്യത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഫ്രീ സ്പീച്ച് എങ്ങനെയാണ് നമ്മളൊന്ന് പുട്ട് ഫോർത്ത് ചെയ്യുക. കാരണം ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഡിഫറെൻ്റ്ലി ബൈ ഡിഫറെൻറ്റ് പീപ്പിൾ അല്ലേ. ഫ്രീ സ്പീച്ച് എനിക്കത് ഫ്രീ ആയിട്ട് പറയണം, ഞാനൊരു കാര്യം എൻ്റെ ഒരു ഒപ്പീനിയൻ പുറത്തോട്ട് പറയുമ്പോൾ ചിലപ്പോൾ അത് നിനക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നീ പറയുന്നത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പീപ്പിൾ ടേക്ക് തിങ്സ് ഇൻ ഡിഫറെൻറ്റ് വേ അല്ലേ. കാരണം പീപ്പിൾ ആർ ഡിഫറെൻറ്റ്, ദേ ബിലോങ് ടു ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജി, പല ഐഡിയോളജി ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പല രീതിയിൽ എടുക്കാം. അപ്പോൾ ഫ്രീ സ്പീച്ച് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്നുള്ളതൊരു നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ CNN കഴിഞ്ഞ ദിവസം, പക്ഷെ പുള്ളിക്കാരനെ കൊണ്ട് ഒരു ലൈറ്റ് ടച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്, കണ്ടന്റ് കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. ഹീസ് ഓൾ ഫോർ, അയാൾ റെഡിയാണ്. ഹീസ് കംപ്ലീറ്റ്ലി ഇൻ ഫേവർ ഓഫ് ലൈറ്റ് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടി, കണ്ടന്റ് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടി, കണ്ടന്റിനെ ഒന്ന് കാച്ചി കുറുക്കി ചെറുതാക്കി അവിടെയും പ്രശ്നമില്ല ഇവിടെയും പ്രശ്നമില്ലാത്ത രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാണ്. ഹീസ് ഓൾ ഇൻ ഫേവർ ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി CNN പറയുന്നത്, കോട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്യുന്ന ഇതാണ്. കഴിഞ്ഞ ഇടയ്ക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ടെഡ് കോൺഫറൻസിൽ മസ്ക് പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കോട്ട് ചെയ്ത് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഡൗട്ട് നമുക്കുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഇൻ എ ഡൗട്ട്, സ്പീച്ച് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പീച്ച് അവിടെ നിൽക്കട്ടെ, അതെടുത്ത് മാറ്റേണ്ട, ആ സ്പീച്ച് അവിടെ തന്നെ കിടക്കട്ടെ അല്ലേ. എന്നാൽ പിന്നെ അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഒരു ഗ്രേ ഏരിയ ആണെന്ന് വിചാരിക്കുക, അതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കതിനെ തിരിച്ചറിയാം, വ്യത്യസ്തമായിട്ട് ഏതാണ് റൈറ്റ് ഏതാണ് റോങ് എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ആ ട്വീറ്റ് അവിടെ തന്നെ കിടക്കട്ടെ, അത് മാറ്റണ്ട. ബട്ട് എന്നാൽ ഒരുപാട് കോൺട്രവേഴ്സി വരുമായത്, ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്, അവിടെ പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രത്യേകിച്ച് ആ ട്വീറ്റിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യേണ്ട എന്നങ്ങ് വെച്ചാൽ മതി, ആ ട്വീറ്റിനെ നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യേണ്ട എന്നങ്ങ് വെച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഒരു ടെഡ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഹീസ് ഓൾസോ ഇൻ ഫേവർ ഓഫ് ഇൻക്രീസിംഗ് ട്രസ്റ്റ് ബൈ മേക്കിംഗ് ദ അൽഗോരിതംസ് ഓപ്പൺ സോഴ്സ് ആൻഡ് യൂസിംഗ് ടെക്നോളജി ടു സ്പോട്ട് സ്പാം ബോട്ട്സ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അൽഗോരിതംസ് ഓപ്പൺ സോഴ്സ് ആക്കാൻ പുള്ളി റെഡിയാണ്. അതുപോലെ തന്നെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് സ്പാം ബോട്ട്സിനെ സ്പോട്ട് ചെയ്യാനും അദ്ദേഹം അതിനുള്ളത് നമുക്ക് റെഡിയാക്കാം. അപ്പം അങ്ങനെ അദ്ദേഹം ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യണം, ആൾക്കാരുടെ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വുഡ് ദറ്റ് ഇംപ്രൂവ് ദ സിറ്റുവേഷൻ? ഇംപ്രൂവ് ചെയ്യുമായിരിക്കുമോ? പെർഹാപ്സ്, ചിലപ്പോൾ അല്ല, ഒരു പക്ഷേ. വുഡ് ഹി ഡു അവേ വിത്ത് ദ സേഫ് ഗാർഡ്സ് ട്വിറ്റർ ഹാസ് ബിൽഡ് ഓവർ ദ ടൈം? പുള്ളി എന്ത് ചെയ്യും? പുള്ളി റിമൂവ് ചെയ്യുമായിരിക്കുമോ? ഇതുവരെ കഷ്ടപ്പെട്ട് ട്വിറ്റർ കൊണ്ടുവന്ന ഹെയ്റ്റ് സ്പീച്ചിനെതിരെയുള്ള ആ സേഫ് ഗാർഡ്സ് അല്ലെങ്കിൽ ആ ഫോർട്രസ്, ആ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ വോള് അയാൾ എടുത്ത് കളയുമായിരിക്കുമോ? വൺ ഹോപ്പ് സ്റ്റോൺ, ഇല്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ബട്ട് മിസ്റ്റർ മസ്ക് മേ റിയലൈസ് ഇൻ ദിസ് ജേർണി ദാറ്റ് ദ ഇഷ്യൂ ഫോർ ഫ്രീ സ്പീച്ച് ഇസ് നോട്ട് സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രം ദ വാൻറ്റേജ് പോയിന്റ് ഓഫ് എ പ്ലാറ്റ്ഫോം ഓണർ. ഒരു പ്ലാറ്റ്ഫോം ഓണറിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പക്ഷേ അദ്ദേഹം റിയലൈസ് ചെയ്യും, മനസ്സിലാക്കുമായിരിക്കും. ജേർണി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇറ്റ്സ് നോട്ട് സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജേർണി അല്ല. ഏതാണ് കറക്റ്റായി റൈറ്റ്, ഏതാണ് കറക്റ്റായി റോങ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇതായിരിക്കില്ല. ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഷെയ്ഡഡ് ഏരിയ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വ്യൂ പോയിന്റ് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഒന്ന് നോക്കാം. For he is no longer only just a Twitter user with over 80 million followers. പണ്ട് അല്ലേ, ഇത് പർച്ചേസ് ചെയ്യുന്ന തലേന്ന് വരെ അങ്ങേര് എന്തായിരുന്നു, വെറും ഒരു ട്വിറ്റർ ഫോളോവർ ആയിരുന്നു. 80 million ഫോളോവേഴ്സ് ഉള്ള ഒരു ട്വിറ്റർ യൂസർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അയാൾ ട്വിറ്ററിൻ്റെ ഓണറാണ്. അപ്പോൾ അയാളുടെ പൊസിഷൻ മാറി അല്ലേ. അപ്പോൾ ഇയാളാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഹൈലി അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിളാണ്. ആൻഡ്
ഇൻഫോർമേറ്റീവ് ആസ് വെൽ അല്ലേ. അനലിറ്റിക്കൽ ആൻഡ് ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾ. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് അത് വായിച്ച് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ വായിക്കാം. ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗർ ഡീൽ. അതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ് ഇവിടെ ആർട്ടിക്കിൾ പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ടു യു. ക്ലിയർ ആയോ നോക്കിയേ? അതിൻ്റെ ഇടയ്ക്ക് ഒരു സെൻറ്റൻസ് വിട്ടായിരുന്നു പോയല്ലോ ഞാൻ. ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ ഓഫ് കൾച്ചർ, ഡ്രസ്, food, culture, dress, food are transcending among countries. Yes. Great. കൊള്ളാം. മസ്കിൻ്റെ ഹെയ്റ്റ് പോസ്റ്റിന് ട്വിറ്ററിൽ നിന്നും ഒരിക്കൽ പെനാൽറ്റി കിട്ടിയിട്ടുണ്ട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി എടുക്കുന്ന പോളിസി ഒരിക്കലും ഒരാളുടെ കീഴിൽ വരുമ്പോൾ നടക്കില്ല. അതവർ എത്ര നല്ല ആളാണെങ്കിലും. പണി വാളുമെന്ന് തോന്നുന്നല്ലേ ഹരി? നോക്കാം. പുള്ളി ബിസിനസ് മൈൻഡിൽ തന്നെ എടുക്കും. മീൻസ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ഒരു രാജ്യത്തിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ട്വിറ്ററിന് സാധിക്കും. ആവും മിക്കവാറും. അത് തന്നെ. പോപിച്ചമുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി. അത് തന്നെ നമുക്ക് നോക്കാം അല്ലേ, നോക്കിക്കാണാമെന്ന്. ഇതാണ് ഇത് ജസ്റ്റ് ഒരു പറഞ്ഞല്ലോ, ഇത് വളരെ പൊളിറ്റിക്കലി അൺബയസ്ഡ് ആയിട്ടൊരു ആർട്ടിക്കിളാണ്. അതായത് അങ്ങേരെ പറ്റി ഇങ്ങനെ പറ്റിയും പറഞ്ഞിട്ടില്ല, നമുക്ക് കണ്ടറിയാം. ഇനി നാളെ ലോകം കണ്ടറിയാൻ പോവാണ് ട്വിറ്ററിന്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ സ്പോട്ട് ദെറർ. ഇന്നലത്തെ സ്പോട്ട് ദെററിലോട്ട് പോകാം. ദ തേർഡ് ബ്ലോക്ക് ഇസ് ലെഡ് ബൈ ലെഫ്റ്റിസ്റ്റ് ജോൺ ജൂക്ക് മെലങ്കൻ ദാറ്റ് ഫിനിഷ്ഡ് തേർഡ് ഇൻ ദ ഫസ്റ്റ് റൗണ്ട്. ആൻസർ പറട്ടെ, ആൻസർ ഇങ്ങോട്ട് പോരട്ടെ. കുറച്ച് പേർക്ക് ആൻസർ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ റിഗറസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം, റിഗറസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അതുപോലെ PDF കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക കോമന്റ് സെഷനിൽ നിന്ന് കേട്ടോ. ഈ വീഡിയോ കഴിയുമ്പോൾ ഈ വീഡിയോയുടെ കോമന്റ് സെഷനിൽ വേണം നിങ്ങൾ എനിക്ക് നിങ്ങളുടെ നോട്ട്സ് തരാൻ, നിങ്ങളുടെ ആൻസേഴ്സ് തരാൻ. അതുപോലെ അവിടെ വന്നിട്ട് നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കും കൂടി ചെയ്തോണം എല്ലാവരും. ഓക്കെ, അപ്പോൾ ആൻസർ തന്നെ കേട്ടെ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാമോ? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെ വിനു ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കലി തെറ്റായ ഒരു കാര്യത്തെപ്പറ്റി പറയുവാണെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയാൻ മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു ആൾക്ക്, ഇപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നുണ്ട്. മെജോറിറ്റി ആൾക്കാരെ അനുസരിച്ച് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഫോം ചെയ്യുമ്പോൾ അതിനെതിരെ വേറൊരു ഐഡിയോളജി വരാൻ പാടില്ല എന്ന രീതിയിലാണ്. പക്ഷേ ഇന്ത്യ പോലൊരിടത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് ഒരു പ്രസക്തിയില്ല. കാരണം പല പാർട്ടീസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, പൊളിറ്റിക്കലി ചിന്താഗതി ഉണ്ട്. നാഷണലിസത്തിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ അതിൽ പറയാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ചിലപ്പോൾ എൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിരിക്കില്ല വിനുവിൻ്റെ. അപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി അധികം പറയാൻ ഞാനാണല്ല, കാരണം ഞാനൊരു ഇന്ന ഇതിൽ നിൽക്കില്ല. നിങ്ങളൊരു എന്താ പറയുക, നമ്മുടെ GA ഫാക്കൽറ്റീസ് റിജിൻ സാറിനോട് ചോദിച്ചു നോക്കുക പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അങ്ങ് മനസ്സിലാക്കാനുള്ള ഇത് കുറവായിരിക്കും. ഐ എം ലിമിറ്റഡ്, ലെറ്റ് മി ടെൽ യു, ഐ എം ലിമിറ്റഡ്. അതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻസർ തരാമോ? ആൻസർ തരാമോ പിള്ളേരെ? ആൻസർ തന്നേ. നോക്കിയേ, തേർഡ് ബ്ലോക്ക് ഇസ് ലെഡ് ബൈ ലെഫ്റ്റിസ്റ്റായ ജോൺ ലൂക്ക് മെലങ്കൻ എന്ന വ്യക്തിയെ പറ്റി ഇവിടെ പറയുന്നത്. ഹീസ് എ പേഴ്സൺ അല്ലെ, ഇറ്റ്സ് എ ഹ്യൂമൻ ബീങ് ആണേ. ഒരു ഹ്യൂമൻ ബീങ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്തായിരിക്കും? വേറെ ഒന്നും നോക്കണ്ട. റിലേറ്റീവ് പ്രൊനൗൺ ഹ്യൂമൻ ബീങ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? റിലേറ്റീവ് പ്രൊനൗൺ എന്തായിരിക്കും? സബ്ജക്റ്റീവ് കേസിലാണെങ്കിൽ എന്ത് കൊടുക്കും? ഹൂ ആണ്. ഒബ്ജക്റ്റീവ് കേസിലാണെങ്കിൽ ഹും കൊടുക്കും. ഇവിടെ ഹൂ അല്ല വേണ്ടത്, ഇവിടെ ഹൂ ആണ് വേണ്ടത്. ഹൂ ഫിനിഷ്ഡ്, ഹൂ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, അവിടെ വരും ഹി ഫിനിഷ്ഡ് തേർഡ് ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ആണ് വേണ്ടത്. ഇവിടെ വേറെ ഒന്നുമില്ല. പക്ഷേ ദാറ്റ് വന്നേനെ എന്ത് വന്നാലും ദ ഓൺലി ജോൺ ലൂക്ക്, ദ വൺ ജോൺ ലൂക്ക്, ദ ഫ്യൂ, ദ ലിറ്റിൽ, ദ സെയിം എന്നൊക്കെ പറഞ്ഞ് വരുവാണെങ്കിൽ കേട്ടോ, ദ സെയിം നോ, ദ വൺ നോ, ദ ഓൺലി നോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ദാറ്റ് വരും. പേഴ്സൺ ആണെങ്കിൽ പോലും ദ ഓൺലി, ദ സെയിം, ദ വൺ എക്സെട്ര അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ മാത്രം ദാറ്റ് വരത്തുള്ളൂ. അല്ലാതെ വെറുതെ ഒരു പേഴ്സൻ്റെ പേര് പറയുമ്പോൾ ഒരിക്കലും വരാൻ പറ്റില്ല. പേഴ്സൻ്റെ പേരാണ്. ദാറ്റും ഹ്യൂമൻ ബീങ്സ് അല്ല, തിങ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അനിമൽസ് ആണെങ്കിൽ നമുക്ക് വിച്ചും കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. റിലേറ്റീവ് പ്രൊനൗൺ ആണ്, പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അടുത്തിലോട്ട് പോകും. ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ്. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ബോത്ത് വിംബിൾട്ടൺ ആസ് വെൽ ആസ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് did not want to see the wood for the trees. It appears that both Wimbledon as well as the British government did not want to see the wood for the trees. ഇതാണ് ക്വസ്റ്റൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്നിട്ട് എനിക്ക് ആൻസർ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ആൻസർ കോമന്റ് സെക്ഷൻ തരാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ. അപ്പോൾ ലൈവ് കാണുന്നവർക്കും റെക്കോർഡ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ കോമന്റ് സെക്ഷനിൽ ആൻസർ തരണം, സജഷൻസ് പുട്ട് ഫോർത്ത് ചെയ്യാം. അതുപോലെ തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കോമന്റ് സെക്ഷനിൽ പോയിട്ട് വീഡിയോ നമ്മുടെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ മറക്കണ്ട കേട്ടോ.
ആൻഡ് ഷെയർ ഇറ്റ് among as many as possible. മറ്റുള്ളവരോടൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരിലോട്ടും എത്തിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി, അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റി എല്ലാവരിലോട്ടും എത്തിക്കുക. മറ്റ് ആസ്പിറൻസിനോടൊക്കെ എത്തിക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് പോയിന്റ്സ് റെഡീം ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ എടുക്കുമ്പോൾ വീണ്ടും റിഡക്ഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ ഇന്ന് 12 മണിക്ക് റീമ മിസ് വരും കേട്ടോ, ബാങ്കിങ് ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട്. എന്തായാലും ഇനി നമുക്ക് ഇന്ന് ബാങ്കിങ് ക്ലാസ്സിൽ ഞാനില്ല, പക്ഷെ നാളെ രാവിലെ 8:30 എഡിറ്റോറിയലായിട്ട് ഞാനുണ്ട്. അപ്പോൾ അൺടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, ബി ഹാപ്പി. താങ്ക് യു.